السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ആദരണീയരായ എടവണ്ണ പ്രദേശത്തെ ആദർശ പ്രസ്ഥാനത്തിൻ്റെ സജീവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജാമിഅ നദവിയ്യ 2025-26 അധ്യയന വർഷത്തിൽ നടത്തുന്ന ദഅവാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പരിസരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബയോഗങ്ങളിൽ, കുടുംബ സംഗമങ്ങളുടെ ഭാഗമായിട്ടാണ് PC കോളനിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സംസാരത്തിൻ്റെ ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, നമ്മുടെ ജാമിയയുമായി കൊണ്ടുള്ള നമ്മുടെ നാട്ടുകാരുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ജാമിയയുടെ നന്മകൾ ആളുകളിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ ദീന് പാരത്രിക ലോകത്ത് ഗുണം ലഭിക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന രണ്ട് ലക്ഷ്യത്തിന്മേൽ സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമാണിത്. നമുക്കറിയാം, മനുഷ്യൻ ജീവിതത്തിൽ സ്വപ്നങ്ങളെ താലോലിക്കുന്നവനാണ്. വർണ്ണപ്പകിട്ടുള്ള സ്വപ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിതത്തിലെ സ്വപ്നങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും വിവിധ ഓർമ്മകളിലും ചിന്തകളിലും സ്വപ്നങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ആ സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യൻ എന്നും എക്കാലഘട്ടത്തിലും ആഗ്രഹിച്ചതും ഒട്ടും ലഭിക്കുകയില്ല എന്ന് അവന് 100% ഉറപ്പുള്ളതുമായ ഒരു സ്വപ്നമുണ്ട്. ഏതൊരു സ്വപ്നങ്ങളും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ പൂവണിഞ്ഞേക്കാം. പൂവണിയുകയില്ല എന്ന് മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്ന, എന്നാൽ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിക്കുന്ന, മോഹിക്കുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നം അവൻ്റെ കഥകളിൽ കടന്നു വരാറുണ്ട്.
നോവലുകളിൽ കടന്നു വരാറുണ്ട്, അവൻ്റെ ചിന്തകളിൽ കടന്നു വരാറുണ്ട്, അവൻ്റെ സംസാരങ്ങളിൽ കടന്നു വരാറുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ സ്വപ്നത്തിൻ്റെ പിന്നാലെ ഊണും ഉറക്കവും ഒഴിവാക്കി അധ്വാനിക്കുന്ന, അത്യധ്വാനം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വപ്നം വേറൊന്നുമല്ല, മരണമെന്നുള്ള കൈപ്പുറ്റ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ള അവൻ്റെ മനസ്സിൻ്റെ വിമ്മിഷ്ടമാണ് ആ സ്വപ്നത്തിൻ്റെ ആധാരം. 14 വയസ്സുള്ളൊരു പെൺകുട്ടി, ലണ്ടൻ സ്വദേശിയാണ്. ബ്രിട്ടനിൽ ജനിച്ച് വളർന്ന 14 വയസ്സിൽ ബ്ലഡ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുകയും ജീവിതത്തിൻ്റെ അവസാന നാളുകൾ ആശുപത്രി കിടക്കയിൽ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടി ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് ആ സ്വപ്നത്തിൻ്റെ, ആഗ്രഹത്തിൻ്റെ ശക്തി എത്രയാണെന്ന്. ആശുപത്രി കിടക്കയിൽ തൻ്റെ സമയം തള്ളി നീക്കാൻ വേണ്ടി ജേണലുകളും പത്രമാധ്യമങ്ങളും വായിക്കുന്നത് പതിവാക്കിയ പെൺകുട്ടിയുടെ മുന്നിലേക്ക് അത്ഭുതകരമായ ഒരു വാർത്ത അവളുടെ കണ്ണിൽപ്പെടുകയാണ്. ആ വാർത്ത കണ്ട് അന്താളിച്ച് ഒരു വെള്ളപ്പേപ്പർ എടുത്ത് തൊട്ടടുത്തുള്ള ന്യായാധിപന് തൻ്റെ ആഗ്രഹം വെച്ചുകൊണ്ടൊരു കത്ത് എഴുതി. അത് ലോകപ്രസിദ്ധമാണ്. ദ ടീനേജേഴ്സ് ലെറ്റേഴ്സ് ടു ദ ജഡ്ജ് എന്ന പേരിൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. ഒരു ടീനേജുകാരിയുടെ ന്യായാധിപനുള്ള കത്ത് എന്നുള്ളതാണ്. ആ കത്തിന്റെ തുടക്കത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: I have been asked to explain why I want to unusual thing done. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇത് ആളുകൾക്ക് പരിചിതമല്ലാത്ത ഈ കാര്യം സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്നോട് പലരും ചോദിക്കുന്നുണ്ട്, എന്താണ് ആർക്കിടയിലും പരിചിതമല്ലാത്ത അത്ഭുതകരമായ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അവർ തുടർന്ന് പറയാണ്, ഐ ആം ഓൺലി 14 years old. എനിക്ക് ഓൺലി 40 years, 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ. ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ ബട്ട് ഐ നോ ഐ ആം ഗോയിങ് ടു ഡൈ. എനിക്കറിയാം എനിക്ക് മരിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ആ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ മരിക്കാൻ പോവുകയാണ്. എന്നിട്ട് അവരിങ്ങനെ ആ കത്തിങ്ങനെ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്, ക്രയോ പ്രിസർവ്ഡ് ഗീവ്സ് മീ എ ചാൻസ്. എൻ്റെ കണ്ണിൽപ്പെട്ട ക്രയോ പ്രിസർവ്ഡ് എന്ന് പറയുന്ന ഏറ്റവും ആധുനികമായ ഒരു സംവിധാനം, മെഡിക്കൽ രംഗവുമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ടേമാണത്. ഈ സംവിധാനത്തിൽ ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്താൽ വർഷങ്ങൾക്കപ്പുറത്തെങ്ങാനും എൻ്റെ രോഗത്തിന് മരുന്ന് കണ്ടെത്തിയാൽ മരണപ്പെട്ട എൻ്റെ ശരീരത്തിലേക്ക് നഷ്ടപ്പെട്ട ജീവൻ എനിക്ക് തിരിച്ചു തരാൻ ക്രയോ പ്രിസർവ്ഡ് സംവിധാനത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ബറീഡ് അണ്ടർഗ്രൗണ്ട്. ഏതെങ്കിലും ഒരു മണ്ണിനടിയിൽ പോയി സംസ്കരിക്കപ്പെടാൻ, എൻ്റെ ശരീരം മണ്ണിനടിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഐ വാണ്ട് ടു ഹാവ് ദിസ് ചാൻസ്. എനിക്ക് ഈ ചാൻസ് വേണം, അതുകൊണ്ട് താങ്കൾ കനിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. ഏതൊരു സാഹചര്യത്തിലാണ് ഈ കത്തെഴുതുന്നത് അറിയോ? ബയോക്രിസർവ്ഡ് എന്ന് പറയുന്ന സംവിധാനം ഇന്ന് ലോകത്ത് സജീവമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഇന്ന് പേര് രജിസ്റ്റർ ചെയ്യാം. ലക്ഷങ്ങൾ വേണമെന്ന് മാത്രം. അമേരിക്ക, ചൈന, റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ ശതകോടീശ്വരന്മാരായ ലക്ഷപ്രഭുക്കളായ ആളുകൾ തങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമല്ല, മരണപ്പെട്ടവരുടെ ഡെഡ് ബോഡി ആ സംവിധാനത്തിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട്, ഈ സംവിധാനം ലോകത്തിന് സമർപ്പിക്കുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട്
ഡെഡ് ബോഡി അവരുടെ ആചാരങ്ങൾക്ക് ശേഷം അവരേറ്റെടുത്ത് കൊണ്ടുപോയി അവർ പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്ത് കൃത്യമായ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് സംരക്ഷിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ താല്പര്യം കാണിക്കുന്നു. 10,000-കണക്കിന് ഡെഡ് ബോഡികൾ ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മലയാള പത്രമാധ്യമങ്ങൾ 1-2 വർഷങ്ങൾക്ക് മുമ്പ് അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 14 വയസ്സുകാരിക്കൊരാഗ്രഹം, തൻ്റെ ഡെഡ് ബോഡിയും അതുപോലെ സംരക്ഷിക്കണം മരിച്ചാൽ. അവർ പറയുന്നത് ഒരു ഡെഡ് ബോഡി കൃത്യമായി മരണത്തിന് ശേഷം കൃത്യമായ ഊഷ്മാവിൽ കൃത്യമായ അതിൻ്റെതായ സംവിധാനത്തിൽ സംരക്ഷിക്കപ്പെട്ടാൽ പിൽക്കാലത്ത് ആ മരണത്തിന് കാരണമായ രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഈ ഡെഡ് ബോഡിയിലേക്ക് ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്താൽ നിലച്ചുപോയ കോശങ്ങൾ സജീവമാകുകയും ആ ശരീരത്തിലേക്ക് ജീവൻ തിരിച്ചു വരുമെന്ന അതിമോഹം, ശുദ്ധ അന്ധവിശ്വാസം, സയൻസിന്റെ പേരിൽ. ഈ 14 വയസ്സുകാരിയുടെ മതപരമായ പശ്ചാത്തലം കാത്തലിക് മതസമൂഹത്തിൽപ്പെട്ടതാണ്. കത്തോലിക്ക, ക്രൈസ്തവ സമൂഹത്തിൽ കാത്തലിക് എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനവിഭാഗത്തിൽപ്പെട്ടവർ, കൃത്യമായ മതപരമായ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലി. തങ്ങളുടെ മകളുടെ ഏറ്റവും അത്ഭുതകരമായി ആവശ്യം കേട്ടപ്പോൾ മതനിയമങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്ന് മാതാപിതാക്കൾ ഷഡ്യം പിടിക്കുന്നു. ആ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ ഇതിന് വഴിപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി തനിക്ക് തന്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്നതിന്റെ പേരിൽ ഒരു ജഡ്ജിയോട് ഈ കാര്യം ആവശ്യപ്പെട്ട് നിയമപരമായി നേടിയെടുക്കാൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചതിന്റെ ഫലമാണ് 14 വയസ്സുകാരിയുടെ ന്യായാധിപനുള്ള കത്ത് എന്ന പേരിൽ ലോകം വായിച്ച ഈ സംഭവം. ആ കേസ് ന്യായാധിപൻ എടുക്കുകയും വിധി കേൾക്കുകയും ഇരുകൂട്ടം ആളുകളുടെയും വാദങ്ങൾ കേൾക്കുകയും കുട്ടിയുടെയും മാതാപിതാക്കളുടെയും വാക്കുകൾ കേൾക്കുകയും അവസാനം കുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട്, അവളുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് ആ ഡെഡ് ബോഡി ആ പറയപ്പെട്ട രൂപത്തിൽ പണം നൽകിക്കൊണ്ട് അവർക്ക് കൈമാറണമെന്ന് ന്യായാധിപൻ വിധി പ്രഖ്യാപിക്കുകയും ഇന്ന് ആ പെൺകുട്ടി മരണപ്പെട്ട് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആ കൂട്ടത്തിൽ ഒരു ഡെഡ് ബോഡിയായി ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, ഈ സ്വപ്നം ഒരുപാട് മനുഷ്യന്മാരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന്റെ മനസ്സിലുള്ള ഈ ഭ്രാന്തമായ അവന്റെ സ്വപ്നം ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇന്ന് മനുഷ്യലോകത്തിന് ശാസ്ത്രലോകം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന പല മരുന്നുകളുടെയും പശ്ചാത്തലം ഇത്തരം ഗവേഷണങ്ങളുടെ ഭാഗമായി കണ്ടെത്തപ്പെടുന്നതാണ്. മരണത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. മരിക്കാതെ സർവരും ജീവിതത്തിൽ തുടരുന്ന ഒരു ലോകം സമീപകാലത്ത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രകാരന്മാരുണ്ട്. ഈ ശാസ്ത്ര ചിന്തകളാണ് ആളുകൾക്കിടയിൽ ഇത്തരം വലിയ ഭീമാബദ്ധത്തെ ശാസ്ത്രത്തിന്റെ വർണ്ണപ്പകിട്ടിൽ പൊതിഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയും മതപരമായ വിശ്വാസങ്ങൾ കൃത്യമായി ഹൃദയത്തിൽ വേരുറച്ചിട്ടില്ലാത്ത ആളുകളിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്നൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത, നമ്മൾ മനുഷ്യർ അശക്തരാണ്. മനുഷ്യന്റെ അശക്തി വിളിച്ചോതുന്ന ഒരുപാട് ജീവിതത്തിലുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് മരണം എന്നുള്ളത്. കുടുംബക്കാരൊത്ത്, മക്കളൊത്ത് ആനന്ദിച്ച് സന്തോഷിച്ച് ചിരിച്ച് കളിച്ചുല്ലസിക്കുന്ന സമയത്ത് പെട്ടെന്നൊരിടുത്തി പോലെ വരുന്ന ചില മരണവാർത്തകളുണ്ട്. മനുഷ്യൻ തരുത്തുപോകും. ഒന്നും ചെയ്യാൻ കഴിയാതെ അശക്തത എന്താണ് എന്ന് കൃത്യമായി വിളിച്ചോതി നിൽക്കുന്ന മനുഷ്യന്റെ ഒരു മരവിപ്പുണ്ട്. മരണ വീടുകളിൽ നമുക്ക് ആ മരവിപ്പ് കാണാം. മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ മുഖത്ത് ആ മരവിപ്പ് നമുക്ക് കാണാം. മാതാപിതാക്കൾ ജീവിതത്തിന്റെ ഏറ്റവും ആവശ്യമാകുന്ന ഒരു സന്ദർഭത്തിൽ വിട്ടേച്ചുപോയ അനാഥ മക്കളുടെ മുഖത്ത് നമുക്ക് ആ മരവിപ്പ് കാണാം. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ നമുക്ക് ആ മരവിപ്പ് കാണാം. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് നിരന്തരമായി, മനുഷ്യ നീ ദുർബലനാണ്, ദുർബലനാണ്, ദുർബലനാണ്. അഹങ്കാരത്തിന്റെ എത്ര വലിയ കൊടുമുടി നീ ചവിട്ടിക്കയറിയാലും ശരി, ആത്യന്തികമായി നീ ദൗർബല്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനും ദൗർബല്യം നിന്റെ കൂടപ്പിറപ്പുമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ട ഒരു വിഭാഗം കോലാലംപൂർ
വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്തിൽ കയറി യാത്ര പുറപ്പെട്ട ഒരു സംഘം. എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ്, റഡാർ സംവിധാനങ്ങളിലൂടെയാണ് ആ വിമാനം സഞ്ചരിക്കുന്നത്. ആ യാത്രയുടെ ഓരോ രംഗവും അതിൻ്റെ കൃത്യമായ സംവിധാനങ്ങളിലൂടെ താഴെ നിൽക്കുന്നവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ സിഗ്നലുകൾ നഷ്ടപ്പെടുന്നു. ആ വിമാനത്തിന്റെ ദിശ എങ്ങോട്ടാണ് പോയതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ലാൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ആ ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. മനുഷ്യന്റെ ദൗർബല്യം വിളിച്ചോതുന്ന ചില ഘട്ടങ്ങളാണ്. ആ വിമാനത്തിലെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കേണ്ടതിന് വേണ്ട ആവശ്യമില്ലായിരുന്നു. അവരെവിടെയാണ് എന്ന് അറിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത രൂപത്തിൽ ദൗർബല്യം കൃത്യമായി മനുഷ്യന്റെ ജീവിതത്തിൽ ബോധ്യപ്പെടുന്ന ചില രംഗങ്ങൾ വരും. അതിലൊന്നാണ് നമ്മുടെ ജീവൻ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ മറന്നാൽ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന ഒരു സാധനമുണ്ട്, മൊബൈൽ ഫോൺ. എവിടെ വെച്ച് മറന്നാലും ഉടനടി നമ്മുടെ ചിന്തയിലേക്ക് വരും, മൊബൈൽ ഫോൺ എടുത്തിട്ടില്ലല്ലോ. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. വേണ്ട, മൊബൈൽ ഫോണിന്റെ ചാർജർ ഇല്ലാത്തൊരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കഴിയും. കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ ചാർജർ കേടുവന്നു എന്നൊന്ന് നിങ്ങൾ വിചാരിക്കുക. തൊട്ടടുത്ത ഇടവണ്ണയിലെ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ഏതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ രൂപമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് ടൈപ്പ് സി ആണോ, അതല്ല ലൈറ്റ്നിങ് കേബിൾ ആണോ, വേറെ ഏതെങ്കിലും നിങ്ങളുടെ കേബിളിന്റെ രൂപവും നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ കപ്പാസിറ്റിയും പറഞ്ഞു കൊടുത്താൽ മോശമില്ലാത്ത, വലിയ കാശ് ചെലവാക്കാൻ വേണ്ട ആവശ്യമില്ലാത്ത ആ മൊബൈൽ ഷോപ്പിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാൻ അവർക്ക് കഴിയും. ഏറ്റവും ചീപ്പ് ഉണ്ടാവും, ഹൈ ആയിട്ടുള്ള പ്രൈസിലുള്ളതും ഉണ്ടാവും. ആ ഏറ്റവും വില കുറഞ്ഞ മൊബൈലിന്റെ ചാർജർ നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പം കടക്കാരൻ തൻ്റെ കയ്യിലുള്ള ഒരു സീൽ എടുത്തുകൊണ്ട് അതിൽ കൃത്യമായി അവൻ്റെ ആ പർച്ചേസ് ചെയ്ത ഡേറ്റ് കൃത്യമായി അവിടെ പതിപ്പിക്കും, എഴുതി തരും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പറയും, നിങ്ങൾ വാങ്ങിയ ചൈന നിർമ്മിതിയായ ഏറ്റവും ചീപ്പായിട്ടുള്ള ഈ പ്രൊഡക്റ്റിന് പോലും ചൈന കമ്പനി അതിനൊരു 3 മാസത്തെ വാറണ്ടി നൽകുന്നുണ്ട് എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കി, 150, 200, 250 കൊടുത്തു വാങ്ങുന്ന വില കുറഞ്ഞ ഒരു ചാർജറിന് പോലും അതിന്റെ കമ്പനി 2 മാസം, 3 മാസം, 6 മാസത്തെ വാറണ്ടി നൽകുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപ്പെട്ട ജീവൻ എന്ന മഹാത്ഭുതത്തിന്, ആ മഹാപ്രഹേളികക്ക്, എന്താണ് എന്ന് ഉത്തരം കിട്ടാത്ത ആ മഹാപ്രതിഭാസത്തിന് പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു ചാർജറിന്റെ ഗ്യാരണ്ടി പോലും നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു പരമയാഥാർത്ഥ്യമാണ്. അത് എപ്പോഴും അവസാനിക്കാം, ഏത് സന്ദർഭത്തിലും അവസാനിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ പ്രായപരിധി 60 വയസ്സിനും 70 വയസ്സിനും ഇടക്കാണ്. 60-70 വയസ്സ് ഒരാൾ ഇവിടെ ജീവിക്കുമെന്ന് റസൂൽ കട്ടായം പറഞ്ഞതല്ല, ഒരു ശരാശരി പ്രായം പറഞ്ഞതാണ്. ഏത് നിമിഷത്തിലും ഇത് ആരംഭിച്ച് അവസാനിക്കാം. ജീവിതത്തിലെ അവസാന കാലഘട്ടങ്ങളിൽ ഒരാൺമകന്റെ ജന്മത്തിന് സാക്ഷിയായ ഒരു ഉമ്മയെ, പ്രായം ചെന്ന ഒരു ഉമ്മയെ എനിക്കറിയാം. ജീവിതത്തിന്റെ എല്ലാ വസന്തവും അവസാനിക്കുന്ന സമയത്ത് ആ ദമ്പതിമാർക്ക്, ആ ഉപ്പക്ക്, ആ ഉമ്മക്ക് പടച്ചവൻ കൊടുത്തൊരു സമ്മാനം. ആ സമ്മാനത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് ആ പിതാവ് യാത്ര തിരിച്ചു. പിന്നീട് പ്രായാധിക്യത്തിൽ അല്ലെങ്കിൽ പ്രായം ഒരല്പം മുന്നോട്ട് പോയതിനു ശേഷം മാത്രം തനിക്ക് ലഭിച്ച ആ സന്താനത്തെ വളർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉമ്മ. ഒരുപാട് സ്വപ്നങ്ങൾ താലോലിച്ചു കൂട്ടി അവസാനം റബ്ബ് നൽകിയ കൺമണിയിൽ തനിക്ക് നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെയും എല്ലാം വിഷമങ്ങൾ അടക്കിപ്പിടിച്ച് ആ മകനിൽ പ്രതീക്ഷകൾ അർപ്പിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മ. ആലോചിച്ച് നോക്കി. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഭൗതികമായ ഒരല്പം കൂടി സുഖസൗകര്യങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, വീടിന്റെ നിർമ്മാണം സ്വപ്നം കണ്ടുകൊണ്ട്, മകന്റെ വിവാഹം സ്വപ്നം കണ്ടുകൊണ്ട് ആ മകനെ വിദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ്. വിദേശത്തേക്ക് പറഞ്ഞയച്ച ശേഷം പിന്നീട് 2-3 വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മയുടെ കാതിലേക്ക് വരുന്നത്, ഒരു വെള്ളിയാഴ്ച ദിവസമോ മറ്റോ, ജോലി ഇല്ലാത്തൊരു ദിവസം നേരത്തെ വന്ന്
അന്ന് ഉറങ്ങിത്തീർക്കാമെന്ന് വിചാരിച്ച് റൂമിൽ വന്ന് വാതിലടിച്ച് കടന്നുറങ്ങിയ മകൻ പിന്നെ എഴുന്നേറ്റിട്ടില്ല. ആ മകന്റെ മയ്യിത്താണ് പിന്നീട് ആ ഉമ്മക്ക് കാണേണ്ടി വന്നത്. ഇന്നും അവര് ജീവിച്ചിരിക്കുന്നുണ്ട് ആ ഉമ്മ. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ചില ഘട്ടങ്ങളുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഇപ്പോഴും ആ സ്വപ്നം വിദൂരമാണ്. മരിക്കാതിരിക്കാനുള്ള മരുന്നെന്ത് എന്ന് ചോദിച്ച ലോകത്തിന് ആ ഉത്തരം നൽകാൻ ഇന്നും ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. മരിക്കാതിരിക്കാനുള്ള ആ രഹസ്യക്കൂട്ട്, മരണത്തെ തോൽപ്പിക്കാനുള്ള ആ രഹസ്യക്കൂട്ട് ഇന്നും കിട്ടാകനിയായി തുടരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വില തിരിച്ചറിയേണ്ടത്. ഒരു 5-8 വർഷങ്ങളായി കാണും. ജൂൺ ജൂലൈ മാസമാണ്. സ്കൂളുകൾ തുറക്കുന്ന, കലാലയങ്ങൾ തുറക്കുന്ന, കലാലയങ്ങളിലേക്ക് കുട്ടികൾ പുറപ്പെടുന്ന, സ്കൂൾ ബാഗിന്റെ, യൂണിഫോമിന്റെ വർത്തമാനങ്ങൾ നാലുപാട് നിന്നും ഉയരുന്നൊരു സമയം. നല്ല കാറ്റും മഴയുമുള്ളൊരു ദിവസം. പതിവ് പോലെ ആ ഉമ്മ തന്റെ 2 മക്കളെ, പ്രൈമറി തലത്തിൽ പഠിക്കുന്ന, അതിലും താഴെ പഠിക്കുന്ന, കിൻഡർ ഗാർഡൻ പ്രായത്തിൽ പഠിക്കുന്ന 2 കുട്ടികൾ, 4 വയസ്സ് കഴിഞ്ഞൊരു മകനും 3 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മകളും, ഇവർ 2 പേരെ കൈപിടിച്ചുകൊണ്ട് ആ ഉമ്മ തന്റെ വീട്ടിൽ നിന്ന് ധൃതിപ്പെട്ട് വസ്ത്രം ധരിപ്പിച്ച് വേണ്ടതെല്ലാം എടുത്ത് അവരെ യാത്രയാക്കി തിരിച്ചു വരുമ്പോഴേക്ക് വീട്ടിലത്തെ പണിയൊക്കെ അവസാനിപ്പിച്ച് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കണമെന്ന് എന്നും കാണുന്ന ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ 2 മക്കളെയും കൈപിടിച്ചുകൊണ്ട് ആ ഉമ്മ വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 5 വയസ്സുള്ള 4-5 വയസ്സുള്ള ഒരു മോന്റെ ലാളിത്യവും 3 വയസ്സ് കഴിഞ്ഞ ഒരു മോളുടെ ഒരു കുഞ്ഞു ആങ്ങളെയും ഒരു കുഞ്ഞു പെങ്ങളും കഥകൾ പറഞ്ഞ് വന്ന് ഉമ്മയുടെ കൈപിടിച്ച് സ്കൂൾ വാനിലേക്ക് കയറി ടാറ്റ പറഞ്ഞ് പുറപ്പെട്ടതാണ്. പിറ്റേ ദിവസത്തെ മലയാള മനോരമ പത്രത്തിലെ വാർത്ത ഇന്നും എൻ്റെ മനസ്സിലാണ്. അങ്ങനെ തന്നെ ഉണ്ട്. 5 കുട്ടികൾ അകാലത്തിൽ പൊലിഞ്ഞു എന്ന് ചുവന്ന മഷിയിൽ ബോൾഡായിക്കൊണ്ട് മലയാള മനോരമ കൊടുത്തൊരു ഹെഡിങ്. 5 കുഞ്ഞുങ്ങൾ അകാലത്തിൽ പൊലിഞ്ഞു. ശക്തമായ കാറ്റിൽ കടപുഴകി വീണ മരം കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ഈ വാനിന് മുകളിലേക്ക് വീഴുകയും 5 പിഞ്ചു മക്കൾ മരണപ്പെടുകയും ചെയ്തൊരു ദിവസം. അതിൽ ഒന്ന് ഈ കുഞ്ഞു പെങ്ങളായിരുന്നു. തന്റെ മകളെ കാത്തിരിക്കുന്ന, തന്റെ മകനെ കാത്തിരിക്കുന്ന ഉമ്മയുടെ മുന്നിലേക്ക് പിന്നീട് വന്നത് ചേതനയറ്റ തന്റെ മകളുടെ ശരീരമാണ്. അബൂദാബിയിൽ നിന്ന് കേട്ട വാർത്ത നമുക്കറിയില്ലേ? 5 മക്കളുള്ള എന്തൊരു വിശുദ്ധ ഖുർആൻ ഭൗതികമായ സുഖസൗകര്യങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് പറയുന്നിടത്തൊക്കെ പറയുന്നത് അൽ അംവാലു വൽ ഔലാദ്, സമ്പത്ത്, സന്താനം, സന്താനം, സമ്പത്ത്. ജീവിതത്തിന്റെ വളരെ ചെറിയ പ്രായത്തിൽ 5 മക്കൾ ലഭിച്ച ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ മാനസികമായ സന്തോഷം എത്രയായിരിക്കും? 4 ആൺമക്കളും അവർക്കൊരു കുഞ്ഞു പെങ്ങളും. ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് ആ 4 മക്കളുടെയും മയ്യത്തിന്റെ മുമ്പിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ വീൽ ചെയറിലേക്ക് ഇരിക്കേണ്ടി വന്ന ഒരു പിതാവിന്റെ വേദന എത്രയാണ്? നിസ്സഹായ അവസ്ഥ എത്രയാണ്? മനുഷ്യ, നീ ഒന്നുമല്ല എന്ന് വിളിച്ചോതുന്ന ചില ഘട്ടങ്ങളാണ് ഇതൊക്കെ. ആങ്ങളയുടെ പിന്നാലെ ബൈക്കിൽ കയറി യാത്ര ചെയ്ത ഒരു 7 വയസ്സുകാരി പെൺകുട്ടി ബൈക്കോടിച്ചു പോകുമ്പോ ആങ്ങളുടെ പിന്നാലെ പോണെന്ന് പൂതി കയറിയിരുന്നു. ആ യാത്രക്ക് എവിടെയോ എതിരെ വന്ന പെട്ടെന്നൊരു വാഹനം നിലച്ചിരിക്കാതെ വന്ന സമയത്ത് ബ്രേക്കിൽ കാലമർത്തി യാത്രക്കിടെ ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയായിരുന്ന മകള്, ആ കുഞ്ഞു പെങ്ങള്, 7 വയസ്സുകാരി തന്റെ ഏട്ടനെ ചേർത്തു പിടിക്കാൻ മറന്നുപോയിരുന്നു. ബ്രേക്ക് അമർത്തി പിന്നിൽ നിന്ന് തെറിച്ചു വീണു. റോഡിലേക്കാണ് വീണത്. എതിരെ വന്ന വാഹനത്തിന്റെ ടയറുകൾ ആ കുഞ്ഞിളം ശരീരത്തിലൂടെ കയറിയിറങ്ങി. മനുഷ്യ, നീ ദുർബലനാണ്. നിന്റെ ശാസ്ത്രം കൊണ്ടോ നിന്റെ ഗവേഷണം കൊണ്ടോ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ ദൗർബല്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനും ദൗർബല്യം കൂടപ്പിറപ്പായിട്ടുള്ളവനുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിൽ ചില വാർത്തകളാണ് മരണവാർത്തകൾ. എന്തിന്? ഈ ഭൂമിയിലേക്കൊന്ന് ജനിച്ചു വീഴുന്നതിന് മുമ്പ്, വായു ശ്വസിക്കുന്നതിന് മുമ്പ്, ഉറക്ക കരയുന്നതിന് മുമ്പ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചു മരിക്കുന്നുണ്ടെങ്കിൽ പോലും വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരാത്മാവിനെയും അതിന്റെ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു വൈകിപ്പിക്കുന്ന പ്രശ്നമല്ല.
ഞാൻ പറഞ്ഞല്ലോ അകാലത്തിൽ പൊലിഞ്ഞു എന്നൊരു പദം. ആരാണ് പറഞ്ഞത് ആ കുഞ്ഞുങ്ങൾ അകാലത്തിലാണ് പൊലിഞ്ഞത് എന്ന്? ആ മക്കൾ അകാലത്തിൽ പൊലിഞ്ഞു എന്ന് ആരാ പറഞ്ഞത്? അകാലത്തിൽ പൊലിഞ്ഞു എന്ന മലയാള പദത്തിന്റെ അർത്ഥം എന്താ? കാലമെത്താതെ മരിച്ചു എന്നാണ്. കാലമെത്താതെ മരിച്ചു എന്ന് പറയണമെങ്കിൽ കാലം ഏതാണെന്ന് ആദ്യം തീരുമാനിക്കണം. നമ്മൾ ജനിച്ചു വീഴുമ്പം നാം എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് ഒരു രേഖയില്ല. റബ്ബ് അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി നൽകിയിട്ടില്ല. നമ്മുടെ കാലം റബ്ബിന് മാത്രം അറിയുന്ന ഒന്ന് മാത്രമാണ്. അത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെയാവാം, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ആവാം. അതിനെ ഒരിക്കലും റബ്ബിന്റെ തീരുമാനം എത്തുന്നതിന് മുമ്പുള്ള ഒരു മരണമായി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ആ മരണം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരാത്മാവിനെ അല്ലാഹു വൈകിപ്പിക്കൂല. ഇദാ ജാഅ അജലുഹ, അവധി വന്നെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് എവിടെയാണോ മരിക്കേണ്ടത് അങ്ങോട്ട് റബ്ബ് ഒരു ഹാജത്ത് ഉണ്ടാക്കി കൊടുക്കും. ഒരു ഹാജത്ത്, അവൻ മരിക്കേണ്ട സ്ഥലത്തേക്ക് റബ്ബ് ഒരു ഹാജത്ത്, ഒരു ആവശ്യം അങ്ങോട്ട് ചെല്ല്. അവിടെ എന്തെങ്കിലും ഒരു കാരണത്തിന് ആ സമയത്തോനെത്തും. ഒരു വാർത്ത കണ്ടില്ലേ? 4 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണൊരു മനുഷ്യൻ. അത്ഭുതകരമായ ആള് രക്ഷപ്പെട്ടു, ഒന്നും സംഭവിച്ചില്ല. അയാൾക്ക് തന്നെ അത്ഭുതം. അടുത്ത നിമിഷത്തിൽ അയാള് താൻ ഇത്ര വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് തൊട്ടടുത്തുണ്ടായിരുന്ന കടയിൽ നിന്ന് മധുര പലഹാരങ്ങൾ വാങ്ങി കണ്ടു നിന്നവർക്ക് കൊടുക്കുകയാണ്. അതിൽ കുറച്ചുപേര് റോഡിന് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ സന്തോഷത്തിന്റെ ആ വെപ്രാളത്തിൽ അയാൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അവിടെയായിരുന്നു അയാളുടെ സമയം. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് കടുങ്ങാത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ മരണം ഒന്നും മനസ്സിലുള്ള 19 വയസ്സ്. 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ഖുതുബ പറഞ്ഞിരുന്ന മഹലിലുള്ള കുട്ടിയാണ്. മുടി വെട്ടാൻ വേണ്ടി രാവിലെ കടയിലേക്ക് വന്നതാണ്. കടക്കാരൻ പറഞ്ഞു, ബാർബർ പറഞ്ഞു തിരക്കാണ്, ഇപ്പൊ ഇവിടെ നിന്നാ ഒരുപാട് നിൽക്കേണ്ടി വരും, വൈകിട്ട് ഒരു 3 മണിയാവുമ്പോ വാ, ഹാജത്തൻ റബ്ബ് ഒരു ഹാജത്ത് ഉണ്ടാക്കി കൊടുത്ത് ആ ടൈമിൽ അവിടെ എത്തണവൻ. 3 മണിക്ക് വാ. 3 മണിക്ക് കൃത്യം അവിടെ എത്തി. ബാർബറിന്റെ അടുക്കൽ അപ്പോഴും ഒരാളുണ്ട്. അയാൾ കഴിയട്ടെ എന്ന് വിചാരിച്ച് പുറത്ത് 2ാം നിലയിലുള്ള ബാർബർ ഷോപ്പിന്റെ അധികം ഉയരൊന്നുമില്ലാത്ത ഒരു കൈവരിയുടെ സമീപത്ത് അങ്ങനെ അവിടെ ഇരുന്ന് കയ്യിലുള്ള മൊബൈൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്ത് പെട്ടെന്ന് അവിചാരിതമായി വന്നു. 2 പേരും പരസ്പരം എന്തോ തമാശയൊക്കെ പറഞ്ഞ് കളിക്കുന്നതിനിടയിൽ 2 പേര് കൂടി അതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് മറിഞ്ഞു വീണു. ഒരാൾ നല്ല ആരോഗ്യമുള്ള നല്ല തടിയുള്ള ഒരാളാണ്, കൂട്ടുകാരൻ. ഇവനാവട്ടെ മെലിഞ്ഞ. താഴേക്ക് വീണ ആഘാതത്തിൽ എല്ലാവരും ഭയപ്പെട്ടു. നല്ല തടിയുണ്ടായിരുന്ന അയാൾ അവിടുന്ന് അനങ്ങിയിട്ടില്ല. എല്ലാവരും വിചാരിച്ചു അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് വീഴ്ചയുടെ ആ ഘട്ടത്തിൽ തന്നെ ഇയാൾ ചാടി എഴുന്നേറ്റ്. ഈ കുട്ടി എല്ലാവരും വിചാരിച്ചു ഇവൻ സുരക്ഷിതനാണ്. ഒരാഴ്ചയോളം ബേബി ഹോസ്പിറ്റലിലോ മിംസ് ഹോസ്പിറ്റലിലോ കടന്നു, മരണപ്പെട്ടു. ഞാനിത് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ യാത്രക്കിടയിൽ നമ്മെ കാത്തിരിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. നമുക്കറിയില്ല എവിടെയാണ് നമ്മൾ അവസാനിക്കുക. ആ സമയത്ത് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അജല് വന്നെത്തിയാൽ റബ്ബിന് വിളിക്കുത്തരം നൽകേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടേതായ രൂപത്തിൽ ഒരു ന്യായവും പറയാൻ കഴിയില്ല. നിങ്ങൾ കണ്ടില്ലേ ദീർഘായുസിന് ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞ പരസ്യം? ദീർഘായുസിന് ആയുർവേദ ചികിത്സയുണ്ട് പോലും. എന്തേ വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, ശരീരം മുഴുക്കെ അവർ പരിശോധിക്കും. കൊളസ്ട്രോള്, പ്രഷർ, യൂറിക് ആസിഡ് എന്നിത്യാദി എന്തൊക്കെയാണൊക്കെ പരിശോധിക്കും. എന്നിട്ട് അയാളുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം എന്താണ്, വേണ്ടാത്തത് എന്താണ് എന്നൊക്കെ തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്താൽ അവർ നിങ്ങൾക്കൊരു കൃത്യമായ ഒരു ജീവിത പ്ലാൻ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും മരുന്നും ഒരുക്കി അവർ ആശുപത്രിയിൽ നിങ്ങൾക്കുള്ള റൂം ഒരുക്കി നിങ്ങളെ കാത്തിരിക്കും. നിങ്ങൾ അവിടെ ചെന്നൊരു 3 മാസം നിന്നു കൊടുത്താൽ മതി. റിട്ടയർഡ് ആയിട്ടുണ്ട്, ലക്ഷങ്ങൾ സമ്പാദ്യമുണ്ട്, മക്കളൊക്കെ വിവാഹം കഴിഞ്ഞ് വിദേശത്തും മറ്റും ജോലി ചെയ്യാണ്. വെക്കേഷൻ സമയത്ത് മാത്രമാണ് പേരക്കുട്ടികളും മക്കളൊക്കെ വീട്ടിലേക്ക് വരിക. ഒറ്റക്കിരിക്കുന്ന ആ ഭാര്യയും ഭർത്താവിനും വേറൊന്നും ആലോചിക്കാനില്ല. അവർക്ക് ആകെയുള്ള സ്വപ്നം മക്കളുടെ കൂടെ പേരക്കുട്ടികളുടെ കൂടെ കുറച്ചുകൂടി കാലം ജീവിക്കാൻ പറ്റിയെങ്കിൽ ആവട്ടെ. ഏതായിരുന്നാലും ഈ ആയുർവേദ ചികിത്സയുടെ വാർത്ത കേട്ട് അവർ ചികിത്സക്ക് വേണ്ടി പുറപ്പെട്ടു. 3 മാസം ചികിത്സക്ക് നിന്നുകൊടുത്തു. ചികിത്സക്ക് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മനസ്സെന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി.
ഇനി പേടിക്കാനൊന്നുമില്ല, ഒക്കെ റെഡിയാണ് എന്ന് വിചാരിച്ച് തിരിച്ചു വരുന്നതിനിടയിൽ അവരുടെ യാത്ര വീടെത്തിയില്ല. വീടിന്റെ കാർപോർച്ചിലേക്ക് ലക്ഷ്യമാക്കി പുറപ്പെട്ട അവരുടെ വാഹനം വീടെത്തുന്നതിന് മുമ്പ് തീർന്നു. നമുക്കറിയാം നമ്മുടെ മരണം എങ്ങനെയാണെന്ന്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഭൂമിയിൽ നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. ദാഖ എന്ന അറബി പദത്തിനർത്ഥം ഉപ്പും മുളകും നോക്കുക എന്നാ. ഭക്ഷണത്തിന്റെ മരണത്തിനൊരു രുചിയുണ്ട്, ആ രുചി എല്ലാവരും അറിയും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയട്ടെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ജനിച്ചിട്ടുണ്ടോ മരണത്തിന്റെ രുചി അറിയാതെ ഒരു ആത്മാവും ഈ ലോകത്തുനിന്ന് പിരിഞ്ഞുപോല. സുമ്മ ഇലൈന തുർജഊൻ, പിന്നീട് നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഒരു ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. റാംസസ് രണ്ടാമൻ അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച സ്വേച്ഛാധിപതിയായ അഹങ്കാരിയായ ഒരു ഭരണാധികാരി, റാംസസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആൻ ഫിർഔൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരു ചെമ്മാടി. സൈന്യമുണ്ട്, സംവിധാനമുണ്ട്, ഭരണമുണ്ട്, ആൾബലമുണ്ട്. പക്ഷെ ആ ആൾബലത്തിനോ സൈനിക സംവിധാനത്തിനോ റാംസസ് രണ്ടാമനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. റാംസസ് രണ്ടാമൻ അതിന് മുമ്പിൽ, മരണത്തിന് മുമ്പിൽ കീഴ്പ്പെടുകയല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. നമ്രൂദ് തന്റെ കൊട്ടാരത്തിന്റെ വലുപ്പം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അലക്സാണ്ടർ ലോകം വെട്ടിപ്പിടിച്ച ഭരണാധികാരി, തന്റെ പടയോട്ടം ലോകത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പടയോട്ടം, ആ പടയോട്ടത്തിന് അദ്ദേഹത്തെ ഒരു 32 വയസ്സിൽ കൂടുതൽ പോലും ജീവിച്ചിരിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഇത്ര വലിയ പേരുകെട്ട ചക്രവർത്തിക്ക് 32 വയസ്സിൽ കൂടുതൽ ഈ ലോകത്ത് ജീവിക്കാൻ അയാളുടെ സംവിധാനങ്ങൾക്കോ സമ്പത്തിനോ അധികാരത്തിനോ ഒരു ദിവസത്തിന്റെ ആയുസ് പോലും നീട്ടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പദമുണ്ട്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടിഭദ്രമാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ പോയി നിങ്ങൾ അഭയം തേടിയാലും മരണം നിങ്ങളെ റാഞ്ചിയെടുക്കുക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം അർത്ഥവത്താണ്. യുദ്രിക്കുമുൽ മൗത്ത്, മരണങ്ങളെ കൊണ്ടുപോകും, ഒന്നും ചെയ്യാനില്ല. അത് റാംസസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അലക്സാണ്ടർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഫിറഔനിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെ ഒരു സ്വേച്ഛാധിപതിക്കും ആ മരണത്തിന് മുമ്പിൽ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയാതെ അനുസരണയോടെ വിധേയപ്പെട്ട് മരണത്തിന്റെ മുമ്പിൽ നിന്നുകൊടുക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഏത് ലോകത്തുള്ള ഏത് വലിയ സ്വേച്ഛാധിപതിക്ക് മുമ്പിലും പല്ലിളിക്കുന്ന സത്യമാണ് മരണം. അതിനെ അതിജയിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമഅയിൽ നടത്തിയ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു. പറയുക പ്രവാചകരെ, നിങ്ങൾ ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മരണം ഉണ്ടല്ലോ, ഫറ യഫിറു, പേടിച്ചോടി ഒളിക്കുന്ന മരണം ഉണ്ടല്ലോ. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ആരാണ് മരണത്തെ പേടിക്കാത്തത്? ആരാള് ഈ മരണത്തിൽ നിന്ന് എങ്ങനെ ഓടി ഒളിക്കുക? മരണത്തിനോട് മനുഷ്യന്റെ പേടി എന്താണെന്ന് COVID-19 നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? 3 മാസ്ക് വെച്ച് കെട്ടിയിട്ട് പോലും കല്യാണങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തവർ, ബന്ധങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്തവർ, കൂടിച്ചേരലുകൾ ഒഴിവാക്കാൻ കഴിയാത്തവർ, പുറത്തിറങ്ങാതിരിക്കാൻ കഴിയാത്തവർ, മാസങ്ങൾ വർഷങ്ങൾ വീടടച്ച് വീടിന്റെ പുറത്തേക്ക് പോലും പോകാൻ ഭയപ്പെട്ട് അകത്തിരുന്നതാണ്. ആ അകത്തിരുന്ന ഇരിപ്പുണ്ടല്ലോ, അതാണ് മരണത്തോടുള്ള പേടി. പുറത്തിറങ്ങിയാൽ ഭീതിപ്പെടുത്തുന്ന രൂപത്തിൽ ആളുകൾ നാൽക്കവലകളില്ല. കോഴിക്കോട് അങ്ങാടി വിജനമെന്ന് പറഞ്ഞാൽ, ഒലിയങ്ങാടി വിജനമെന്ന് പറഞ്ഞാൽ, പാളയം വിജനമെന്ന് പറഞ്ഞാൽ,
മെഡിക്കൽ കോളേജിന്റെ പരിസരങ്ങൾ വിജനമെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ കഴിയായിരുന്നു നമുക്ക്? ആ ചിന്തിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യത്തെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ COVID-19 ഇങ്ങനെ വരച്ചു കാണിച്ചു. അത്രയേ ഉള്ളൂ മനുഷ്യൻ. ഒരാൾ പോലും തന്റെ വീടിന്റെ പടി കടക്കാൻ ഭയപ്പെടുന്ന രൂപത്തിൽ മരണത്തെ പേടിച്ചിരുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. മനുഷ്യന് മരണത്തിനോടുള്ള പേടി ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ ചുറ്റുപാടിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകള്, ക്ലിനിക്കുകള്, മിംസ്, വിംസ്, കിംസ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. യാത്രകളിൽ മുഴുവൻ നിങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ്, നിങ്ങളുടെ കിഡ്നി ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ്, നിങ്ങളുടെ തലച്ചോറ് ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ്, നിങ്ങളുടെ കൈകാലുകളുടെ എല്ലുകൾ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ്. മെഡിക്കൽ സെന്ററുകൾക്ക് തന്റെ ജീവിതത്തിന്റെ ഓരോ അവയവങ്ങളുടെയും സുരക്ഷിതത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ മനുഷ്യൻ കാണിക്കുന്ന വ്യഗ്രതയുണ്ടല്ലോ, അതാണ് മരണത്തിനോടുള്ള പേടി. എവിടെയും വിലപേശുന്ന മനുഷ്യന് ആശുപത്രിയിൽ വിലപേശൂല. എവിടെയും വിലപേശുന്ന മനുഷ്യന് തന്റെ മുമ്പിലേക്ക് വരുന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ കുറിപ്പടിയിലുള്ള മരുന്ന് അത് എത്ര വില കൊടുത്തിട്ടാണെങ്കിലും ശരി, തന്റെ കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും ശരി, അത് വാങ്ങിയിരിക്കും. ഇതാണ് മനുഷ്യന് മരണത്തിനോടുള്ള പേടി. വെറുതെ യാത്രയാണ്, ഒരു കുഴപ്പമില്ല ആൾക്ക്. വെറുതെ ഒരു മെഡിക്കൽ ക്ലിനിക്കിന്റെ മുമ്പിൽ 2500 രൂപക്ക് 6000 രൂപ 5000 രൂപ വരുന്ന മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തിയിട്ട് വെറും 2500 രൂപക്ക് ഫുൾ ബോഡി ചെക്കപ്പ് എന്നൊരു പരസ്യം കണ്ടാൽ ഏതായാലും 2500 അല്ലേ ഉള്ളൂ, ഒന്ന് കാണിച്ചാള്. എന്തിനാ? ഒന്നുമില്ല, പ്രത്യേകിച്ച് അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. എന്നാലും ഉണ്ടല്ലോ, എന്നാലുമാണ് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ പേടിച്ച് ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മരണം ഉണ്ടല്ലോ. രാത്രി കടന്നുറങ്ങാൻ പോവാണ്. ആ കടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് വെറുതെ പെട്ടെന്ന് വിചാരിക്കാത്തൊരു സമയത്ത് നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് നല്ല വലതു ഭാഗത്തു നിന്നൊരു വേദന. ഇടത് ഭാഗത്ത് നിന്നല്ല, വലതു ഭാഗത്ത്. കടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് വന്ന് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ വല്ലാത്തൊരു വേദന. ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞു, അതൊരു ഗ്യാസിന്റെ വേദനയായിരിക്കും, അതിന് ചെയ്യാൻ പറ്റുന്ന ചെപ്പടി വിദ്യകൾ പറഞ്ഞു കൊടുക്കും. കിടന്നാള് ഉറക്ക് വരുന്നില്ല. അല്ല പടച്ചോനെ, ഈ വേദന എൻ്റെ ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിക്കാനുള്ള വേദനയാണെങ്കിലോ, ഞാൻ ഇന്ന് രാത്രി അവസാനിക്കുകയാണെങ്കിലോ, ഇന്ന് രാവിലെ ചെയ്തത്, കണ്ടത്, പറഞ്ഞത്, പ്രവർത്തിച്ചത് ഓരോന്ന് ഉറക്ക് വരുന്നില്ല, കണ്ണടക്കാൻ കഴിയുന്നില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. പേടിച്ചോടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മരണം ഉണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്നുള്ളത് വസ്തുതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമർ. കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമർ. ഉമറെ, ജീവിതത്തിൽ നീ വഴി തെറ്റുന്നു എന്ന് തോന്നിയാൽ നിന്നെ ഉപദേശിക്കാൻ ഒരാളും വേണ്ട, മരണത്തെക്കുറിച്ച് മാത്രം നീ ആലോചിച്ചാൽ മതി. ജീവിതത്തിൽ ഒരു വിമലീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതത്തിൽ പരിശുദ്ധി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തൊട്ടടുത്ത പള്ളിപ്പറമ്പിലേക്ക് ചെന്ന് ഖബറിനടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മനുഷ്യരുടെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നാൽ നമ്മുടെ ഹൃദയത്തിന് ലഭിക്കും പരലോകബോധം, നമ്മുടെ ഹൃദയത്തിന് ലഭിക്കും മരണചിന്ത. കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമർ. ഉമറെ, ജീവിതത്തിൽ നിന്നെ ഉപദേശിക്കാൻ മരണം മാത്രം മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ, ഇമാം ഗസ്സാലി മരണത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ കൊള്ളയടിയാണ്. മരണം എന്ന് പറഞ്ഞാൽ കൊള്ളയടിയാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കൊള്ളയടി. ജീവിതത്തിന്റെ സുഭിക്ഷതയിൽ, സമ്പൽ സമൃദ്ധിയിൽ, ആനന്ദത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു വേണ്ടി വരുന്ന, ലോകത്തുള്ളവർ മുഴുവനും അന്താളിച്ചു നിൽക്കേണ്ട, ഒന്നും ചെയ്യാൻ കഴിയാത്ത കൊള്ളയടി, കണ്ണിൽ ചോരയില്ലാത്ത കൊള്ളയടി. വിശുദ്ധ ഖുർആൻ അത്തരം രംഗങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം. എത്രയാണ് അവർ ഉപേക്ഷിച്ചു പോയ തോട്ടങ്ങൾ ഉണ്ടായിരുന്നത്,
എത്രയാണ് അവർ ഉപേക്ഷിച്ചു പോയ പാർപ്പിടങ്ങൾ ഉണ്ടായിരുന്നത്. എല്ലാം ഉപേക്ഷിച്ച് ലോകത്തുനിന്ന് യാത്ര തിരിക്കേണ്ടി വന്നവന്റെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ മനുഷ്യ. ഇതൊക്കെ ഇവിടെ ഇട്ടച്ച് അങ്ങ് പോകേണ്ടി വരും. 40 കൊല്ലം അയാൾ ഗൾഫിൽ നിന്നു. 40 കൊല്ലം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ 3/4 പങ്കും അയാൾ ചെലവഴിച്ചത് തന്റെ കുടുംബത്തിനും തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും വേണ്ടിയാണ്. 40 കൊല്ലത്തിനടക്ക് അയാൾക്ക് എന്താ കിട്ടിയേ? 40 കൊല്ലത്തിനടക്ക് അയാൾ മോശമില്ലാത്തൊരു വീടുണ്ടാക്കി. ആ വീടിന്റെ കടങ്ങൾ തീരുന്നതിന് മുമ്പ് അടുത്തായി മകളുടെ കല്യാണം വന്നു. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് മകന്റെ വിവാഹം വന്നു. അങ്ങനെ എല്ലാ പ്രാരാബ്ദങ്ങളും കഴിയുമ്പോൾ ഒരു 40 വർഷം ആ മനുഷ്യന്റെ ജീവിതത്തിൽ വിദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. തന്റെ മക്കളുടെ വളർച്ച ആ വാപ്പ കണ്ടിട്ടില്ല. മക്കളുടെ ശബ്ദം ആ വാപ്പ കേട്ടിട്ടില്ല. അടുത്ത് നിന്ന് അവരെ ഓമനിക്കാൻ ആ വാപ്പക്ക് സമയം കിട്ടിയിട്ടില്ല. വർഷങ്ങളിൽ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു അതിഥി ആ ഭാര്യക്കും ആ മക്കൾക്കും പിതാവ്. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് തോന്നി പ്രവാസമൊക്കെ മതി, ഇനിയുള്ള കുറച്ചു കാലെങ്കിലും തന്റെ കുടുംബത്തിനൊപ്പം താൻ പണി കഴിപ്പിച്ച വീട്ടിൽ ഇതുവരെ കയറാൻ സാധിക്കാതെ ആ വീടിന്റെ പണിയും മകളുടെ വിവാഹവും കഴിഞ്ഞ് താൻ പങ്കെടുത്ത് കൈപിടിച്ചു കൊടുക്കേണ്ട മകളുടെ വിവാഹത്തിന് പോലും വരാൻ കഴിയാത്ത ആ ഹതഭാഗ്യനായ മനുഷ്യൻ. ഭൗതികമായ സാഹചര്യങ്ങളിലാണ് ഞാൻ അദ്ദേഹത്തെ ഹതഭാഗ്യൻ എന്ന് പറഞ്ഞത്, മതപരമായ കൺസെപ്റ്റിലല്ല. നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ. അവസാനം തൻ്റെ മരുമകനെ ഒന്ന് നേരിട്ട് കാണാം, താൻ പണി കഴിപ്പിച്ച വീട്ടിൽ ഇനി സ്വസ്ഥമായി ജീവിക്കാമെന്ന ആഗ്രഹത്തിൽ യാത്ര പറഞ്ഞ് പ്രവാസ ലോകത്തിലെ സുഹൃത്തുക്കൾ മുഴുവൻ യാത്ര അയച്ചു. ആ മനുഷ്യനെ നാടെത്തി, വിമാനമിറങ്ങി വീട്ടിലേക്ക് വന്നു. ഭാര്യയും മക്കളും സ്വീകരിച്ചു. യാത്രയുടെ ക്ഷീണുണ്ട്. കുളി കഴിഞ്ഞ് ഭാര്യയോടും മക്കളോടും പറഞ്ഞു, വല്ലാത്ത ക്ഷീണാണ്, ഒരല്പസമയം എനിക്കൊന്ന് കിടക്കണം, 1-2 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് മതി അതിഥികളും ആളുകളുമായി സംസാരിക്കലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി. ഏതായിരുന്നാലും യാത്ര കഴിഞ്ഞതല്ലേ, മക്കൾക്ക് അകന്നിരിക്കാൻ കഴിയുന്നില്ല, ഭാര്യക്ക് അകന്നിരിക്കാൻ കഴിയില്ല. പക്ഷേ ഭർത്താവിന്റെ പ്രയാസം കണ്ടപ്പം, ഉപ്പയുടെ പ്രയാസം കണ്ട മക്കൾ പറഞ്ഞു, ഒരു 1-2 മണിക്കൂർ ഉപ്പ ഒന്ന് കടന്നോട്ടെ ഉമ്മ, അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ സംസാരങ്ങളൊക്കെ എന്ന് പറഞ്ഞ് തൻ്റെ ആദ്യമായി കയറിയ വീട്ടിൽ, താൻ നിർമ്മിച്ച തൻ്റെ ചോര നീരാക്കിയ വീട്ടിൽ ആ മനുഷ്യൻ 2 മണിക്കൂർ കടന്നുറങ്ങി. 2 മണിക്കൂറും 2.5 മണിക്കൂറും കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ ചെന്ന് വിളിച്ചു നോക്കി, പ്രതികരണമല്ല. തട്ടി നോക്കി, പിന്നീട് ആ ഭാര്യയുടെ കരച്ചിലായിരുന്നു. 40 കൊല്ലം ഒരു രാത്രി പോലും ആ മനുഷ്യന് തൻ്റെ വീട്ടിൽ അന്തിയുറങ്ങാനുള്ള സമയം മരണം കൊടുത്തില്ല. ഇതാണ് ഇമാം ഖസാലി പറഞ്ഞത്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കൊള്ളയടിയാണ് മരണമെന്ന് ഇമാം ഖസാലി പറഞ്ഞത്. ആൾക്ക് എന്താ കിട്ടിയേ? ഒന്നും കിട്ടിയില്ല. പിന്നീട് ചർച്ച മാറി, മക്കളുടെ ചിന്ത മാറി. അനിയൻ ഓടുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഉപ്പയെ കുളിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പയുടെ ശരീരം പൊതിയാനുള്ള കഫൻ പുടവ വേണം. മൂത്ത മകൻ വിളിച്ചു പറയാൻ നിങ്ങളൊന്ന് വിചാരിക്കുക, എടാ വാപ്പാക്ക് കല്യാണത്തിന്റെ തുണി വാങ്ങാനല്ല പോണത്, വാപ്പാന്റെ കഫൻ പുടവ വാങ്ങാനാണ്. വലിയ വില ഒന്നും കൊടുക്കരുത് കേട്ടോ, എനിക്കും കിട്ടേണ്ട അനന്തര സ്വത്താണ് എന്ന് ആ മൂത്ത മകൻ തന്റെ അനിയനോട് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുക, ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെക്കുന്നതിന് മുമ്പ് മക്കൾക്കിടയിൽ ഭാഗം വെക്കുന്നതിന്റെ ചിന്തകൾ തുടങ്ങിക്കഴിഞ്ഞു. ജീവിതത്തിൽ നിരവധി വട്ടം ആ മനുഷ്യൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. മക്കള് ഭക്ഷിച്ചോ, വെള്ളം കുടിച്ചോ, ഉറങ്ങിയോ, അവരുടെ യാത്രകൾ എന്തായി, അവരുടെ വാഹനങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിനിടക്ക് ആ മനുഷ്യൻ ഒരിക്കലും ആ മക്കളുടെ ദീനിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ ഒന്നും ചോദിക്കാനും നേരം കിട്ടിയിട്ടില്ല. അവസാനം ആ വാപ്പാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കേണ്ട ആ മോൻ 4ാമത്തെ തക്ബീറും കഴിഞ്ഞ് 5ാമത്തെ തക്ബീർ കെട്ടുന്ന ഒരു ഘട്ടം വന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ആ മനുഷ്യൻ 40 കൊല്ലം കൊണ്ട് എന്താ നേടിയത്? ഒന്നും നേടിയില്ല. അവസാനം ആ മനുഷ്യന്റെ വീടിന്റെ ഉമ്മറക്കോലായിൽ ഇരുന്നാൽ കാണാൻ കഴിയുന്ന പാകത്തിലുള്ള പള്ളിക്കാട്ടില് കിളച്ചുമറിച്ച ആ മണ്ണിനടിയിൽ തന്റെ ഭർത്താവ് ഉറങ്ങുന്നുണ്ട് എന്ന് ആ ഭാര്യക്കറിയാം. തന്റെ കൂടെ കിടന്ന, തന്റെ കൂടെ രാത്രി പങ്കിട്ട തന്റെ ഭർത്താവാണ്. ഇന്ന് ആ കുത്തിച്ചൊരിയുന്ന മഴയിൽ വന്ന വെള്ളം, ചെളിവെള്ളം മുഴുവനും ആ മണ്ണിനെ കുതിർത്ത് അതിന്റെ താഴേക്ക് പോയി മൂടുകല്ല് കഴിഞ്ഞ് ആ വെള്ള പുതച്ചു കിടക്കുന്ന തന്റെ ഭർത്താവിനെയും മറ്റും ആ ചെളിവെള്ളം നിറച്ചിട്ടുണ്ടാകുന്ന ഭാര്യക്കറിയാം.
ഈ ഒരു രാത്രി ഞാൻ എൻ്റെ ഭർത്താവിന് കാവലിരിക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരു ഭാര്യ വിചാരിക്കുമോ? ഈ രാത്രി ഞങ്ങളുടെ ഉപ്പാക്ക് ഞങ്ങളൊന്ന് കാവലിരിക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരു മകനോ മകളോ വിചാരിക്കോ? ഇല്ല. നീയും നിന്റെ അമലും മാത്രം. പിന്നീട് നിന്നോട് കരുണ കാണിക്കുന്നവൻ നിന്റെ റബ്ബ് മാത്രാണ്. അതിനു മാത്രം കരുണ നിന്നോട്, അതിനു മാത്രം സ്നേഹം പ്രകൃതിയിൽ ഒന്നിനുമില്ല നിന്റെ റബ്ബിനല്ലാതെ. അതാണ് ഇമാം ഗസാലി പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തയുമാണ് മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ നഫ്സും മരണത്തിന്റെ രുചി അറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണ സന്ദർഭത്തിലാണ് പനി ബാധിച്ച് പ്രയാസപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളത്ത് കൈവച്ചുകൊണ്ട് കാലുകൾ പോലും ഒന്ന് എടുത്തു വെക്കാൻ കഴിയാതെ പ്രവാചകനെ കൊണ്ടുപോയ വഴിയിൽ മുഴുവനും പ്രവാചകന്റെ കാലുകൾ, ഇരു കാൽപാദങ്ങളും മണലിലൂടെ ഇഴഞ്ഞതിന്റെ അടയാളം ബാക്കി വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിചരണത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. മരണവെപ്രാളത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ കൂടെ ഇരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണരംഗം ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. യാ ആയിഷ ലാ അസാലു അജിദു അലമ ത്വആമി അല്ലദി അകൽതു ബി ഖൈബർ. ആയിഷ, ഖൈബറിൽ കോട്ട പിടിച്ചടക്കി തിരിച്ചു വരുന്നതിന്റെ വഴിയിൽ സ്നേഹം നടിച്ചുകൊണ്ട് ഒരു ജൂതപ്പെണ്ണ് വന്ന് എന്നെയും എൻ്റെ അനുചരനെയും വീട്ടിലേക്ക് സൽക്കരിച്ച കഥ നിനക്കറിയില്ലേ? സൽക്കരിച്ചിട്ട് ഞങ്ങൾക്ക് തന്ന മാംസത്തിൽ വിഷം പുരട്ടി എന്റെ കൂടെ വന്ന അനുചരൻ ആ വിഷം തീണ്ടി എന്റെ മുമ്പിൽ പിടഞ്ഞു വീഴുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അന്നനാളത്തിൽ നിന്ന് തായോട്ടിറങ്ങാതിരിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മാംസത്തിന്റെ കഷ്ണം തടഞ്ഞു വെച്ച് എന്റെ ജീവൻ രക്ഷിച്ചത് നിനക്കറിയില്ലേ? അന്ന് ആ മാംസം കഴിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച വെപ്രാളവും വേദനയും ലാ അസാലു അജിദു അലമ ത്വആമി അല്ലദി അകൽതു ബി ഖൈബർ. ഖൈബറിന്റെ മണ്ണിൽ ഞാൻ കഴിച്ച വിഷമാംസത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു വെപ്രാളുണ്ടല്ലോ, ആ വേദന ഉണ്ടല്ലോ ആയിഷ, ഇപ്പൊ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അന്ന് തടഞ്ഞു വെച്ച ആ രംഗം, അന്ന് ആ തടഞ്ഞു വെച്ച ആ മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ ഇന്നാരും എനിക്ക് തടഞ്ഞു വെക്കാനില്ല. ഞാൻ മരിക്കേണ്ട സമയമായിട്ടുണ്ട്, ഞാൻ ആ മരണത്തിന്റെ വേദന അനുഭവിക്കുന്നുണ്ട് എന്നവിടെ നിന്ന് പറയുന്നുണ്ട്. ഈ പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കടന്നു വരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, ഉപ്പയുടെ അടുക്കലേക്ക് വെപ്രാളപ്പെട്ട് ഓടി വരുന്ന സമയത്ത് കാണുന്നത് ഉപ്പ മരണത്തിന്റെ വെപ്രാളത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം വലിയ സ്നേഹബന്ധത്തിന്റെ ഓർമ്മകൾ സമ്മാനിച്ച പിതാവാണ് ആ കിടക്കുന്നത്. തന്റെ 7 മക്കളിൽ 6 മക്കളെയും യാത്രയാക്കിയ ഒരു പിതാവ്. ജീവിതകാലത്ത് 6 മക്കൾക്കും മയ്യത്ത് നമസ്കരിക്കേണ്ടി വന്ന, അവർക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്ന കൊടിയ പരീക്ഷണങ്ങൾ കൊണ്ട് വിറപ്പിക്കപ്പെട്ട ഒരു പിതാവ്. അവസാനമായി ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോകുന്ന ഏക സന്തതി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ആ ഫാത്തിമയോട് റസൂലിനുള്ള സ്നേഹം എത്രയാണ്, ലാളന എത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണവേദനയിലും തന്റെ മകളെ കാണുന്ന സമയത്ത് മർഹബൻ ബി ഇബ്നതി, എന്റെ മകൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ അടുത്തു വന്നിരുത്തി. മകൾക്ക് ആ സ്വാഗതമൊന്നുമല്ല കാണേണ്ടത്, മകൾക്ക് ഉപ്പയുടെ ആ വേദനയാണ് സഹിക്കാൻ കഴിയാത്തത്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കുണ്ട്, വാക്കർ ബയാബ, ഉപ്പ എന്തൊരു പ്രയാസാണ് ഉപ്പ അത്. ഉപ്പ അങ്ങ് അഷ്റഫുൽ ഖൽഖല്ലേ, മനുഷ്യകുലം അങ്ങേക്ക് സമാനനായ വിശുദ്ധനായ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? അള്ളാഹു സൃഷ്ടിച്ചതിൽ അങ്ങേക്കാൾ വിശുദ്ധിയുള്ള ഒരു മനുഷ്യനുണ്ടോ? ലോകത്തേക്ക് വന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുടെ നായകത്വം വഹിക്കുന്ന പ്രവാചകനല്ലേ അങ്ങ്? ലോകത്തേക്ക് വന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരും സുവിശേഷം അറിയിച്ച പ്രവാചകനല്ലേ അങ്ങ്? നാളെ പരലോകത്ത് വസീല ഫദീല എന്ന വിശിഷ്ടമായ പദവികൾക്ക് ലഭ്യമാകുന്ന ഏക വ്യക്തിയല്ലേ അങ്ങ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമത്തി ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല. ഈ മഹാപദവികൾ ലഭിക്കുന്ന റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായ അങ്ങേക്ക് പോലും
മരണം ഇതിനു മാത്രം വേദനയാണോ എന്നാണ് ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് ആശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞത് എന്താ അറിയോ? ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം. മോളെ, ഇന്നത്തെ ഈ വേദന കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് ഒരു വേദനയില്ല. ഇന്നത്തെ വേദന കഴിഞ്ഞാൽ ഈ വേദന അത് ജീവിക്കാതിരിക്കാൻ, ആ വേദന അനുഭവിക്കാതിരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിശ്വാസിയുടെ റൂഹ് പിടിക്കുന്ന രംഗവും വിശ്വാസിയുടെ റൂഹ് പിടിക്കുന്ന രംഗവും പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസിയുടെ റൂഹ് പിടിക്കുന്നത് അസ്സൂഫുൽ മബ്ലൂൽ എന്ന പ്രവാചകൻ പറഞ്ഞത്. നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് 4 ഭാഗത്തേക്കും മുള്ളുകളുള്ള ഒരു വസ്തു വലിച്ചൂരുന്ന കാഠിന്യത്തിലായിരിക്കും. വിശ്വാസിയുടെ റൂഹ് പിടിക്കുക ഒരു കൂജയിൽ നിന്ന് മിൻ ഫീ സഖാ, ഒരു കൂജയിൽ നിന്ന് മറ്റൊരു കൂജയിലേക്ക് വെള്ളമൊഴിക്കുന്ന ലാഘവത്തിൽ. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഒരു വെണ്ണയിൽ അകപ്പെട്ട നൂല് വലിച്ചൂരുന്ന പോലെ. അതിനർത്ഥം അതിനു മാത്രം ആനന്ദദായകമായ ഒരു സമയമല്ല. ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ള റസൂല് അവിശ്വാസിയുടെ റൂഹ് പിടിക്കുന്നതിനെ അപേക്ഷിച്ച് എത്രയോ ആശ്വാസകരമാണ്. പക്ഷെ ആ ആശ്വാസകരമായ വേദന പോലും പ്രപഞ്ചത്തിൽ നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത അതികഠിനമായ വേദനയാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഇന്നി അലാ സകറാത്തിൽ മൗത്ത്. റബ്ബേ, എൻ്റെ മരണവേദനയിൽ നീ എനിക്ക് സഹായം നൽകണം റബ്ബേ, എന്നെ സഹായിക്കണം റബ്ബേ, തനിച്ചാക്കല്ലേ, ഇതെന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന വേദനയല്ല. അല്ലാഹുമ്മ അഇന്നി അലാ സകറാത്തിൽ മൗത്ത് എന്ന് റസൂല് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വേദന എത്ര കഠിനായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആയിഷ റളിയല്ലാഹു റസൂല് പറയാണ്, ഇന്നലിൽ മൗതി സകറാത്ത്. ആയിഷ പറഞ്ഞു കൊടുത്തോ എൻ്റെ അനുചരന്മാർക്ക്, തീർച്ചയായും മരണത്തിനൊരു വേദനയുണ്ട്. ആ വേദന അനുഭവിക്കുന്ന സമയത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശാരീരികമായി നമ്മൾ നുറുങ്ങുന്ന വേദന അനുഭവിക്കുകയാണ്. ആ സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് അയ്യതുഹൻ നഫ്സുൽ ഖബീസ, വൃത്തികെട്ടവനായ ആത്മാവെ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷം എത്രയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുത്തിരുത്തിക്കൊണ്ട് ചില സംസാരങ്ങൾ നടത്തുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്, പിന്നീട് ചിരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവിടുന്ന് പറയുന്നുണ്ട്, മാ റഅയ്തു കൽ യൗമി ഫർഹൻ അഖ്റബ മിനൽ ഹുസ്ൻ. ഇങ്ങനെ സന്തോഷവും ദുഃഖവും ഒരുമിച്ച് കൂടിയത് ഞാൻ കണ്ടിട്ടില്ല. ഒരു നിമിഷത്തിൽ തൻ്റെ മകളോട് കാത് തൻ്റെ വായയോട് അടുപ്പിച്ചു വെക്കുകയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മകള് കരയുന്നു. കരയുമ്പോൾ വീണ്ടും പറയുന്നു, ഒന്നുകൂടി വാ ഫാത്തിമ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. മകൾ ചിരിക്കുന്നു. ഫാത്തിമ പറഞ്ഞു, റസൂൽ എന്നോട് പറഞ്ഞത്, ഫാത്തിമ, ഓരോ ദിവസവും ഓരോ വർഷവും മലക്ക് ജിബ്രീൽ എന്നോട് വിശുദ്ധ ഖുർആൻ ഓരോ ആവർത്തി വായിച്ച് കേൾപ്പിക്കാൻ ഓരോ വർഷവും ആവശ്യപ്പെടും. എന്നാൽ ഈ വർഷം ആറദനി അൽ ഖുർആനു മർറതൈൻ, 2 പ്രാവശ്യം എന്നോട് അത് ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അവധി വന്നെത്തിയിട്ടുണ്ട് എന്നാണ്. മരണമാണിത്, ഇനിയൊരു മുക്തി ഉണ്ടാവൂല, രോഗശമനം ഉണ്ടാവൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട മകളോട്, അൻതി അവ്വലു അഹ്ലി ലുഹൂഖം ബി. മോളെ, വാപ്പാന്റെ അടുത്ത് അഹ്ലു ബൈത്ത് നിന്ന് ആദ്യം വാപ്പാന്റെ അടുക്കലേക്ക് നീയായിരിക്കട്ടെ എത്തുക. വാപ്പ മരിച്ചാൽ എൻ്റെ മോളെ നീയാണ് വാപ്പാന്റെ അടുക്കലേക്ക് ആദ്യം വരിക. നിഅമസ് സലഫു അനലക്കി. ഈ വാപ്പാന്റെ പിന്നാലെ വരാൻ നിനക്ക് സന്തോഷല്ലേ, നീ വാപ്പാന്റെ പിന്നാലെ വരാൻ നിനക്ക് സന്തോഷല്ലേ മോളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഉപ്പയുടെ മരണ വാർത്ത കേട്ടപ്പോൾ മകള് കരഞ്ഞു. രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിച്ച തൻ്റെ മകൾക്ക് കൊടുക്കുന്ന സമ്മാനാണ്, അലാ തറദീന അൻ തകൂനി സയ്യിദത നിസാഇൽ ജന്ന. നാളെ പരലോകത്ത് സ്വർഗ സ്ത്രീകൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരായ സ്ത്രീകളിൽ മോളെ ഒന്ന് നീ ആയാൽ നിനക്ക് സന്തോഷാവോ? ഫളഹിഖ്തു, ഞാൻ ചിരിച്ചു. ഞാനിത് പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്രാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. പടച്ചവനെ, നീ അനുഗ്രഹിച്ച അമ്പിയാക്കൾക്കൊപ്പം സ്വാലിഹീങ്ങൾക്കൊപ്പം സച്ചരിതരായ മുൻഗാമികൾക്കൊപ്പം നീ എന്നെ ഒരുമിച്ച് ചേർക്കണേ. അല്ലാഹുമ്മ റഫീഖുൽ അഅല, അല്ലാഹുമ്മ റഫീഖുൽ അഅല, അല്ലാഹുമ്മ റഫീഖുൽ അഅല. അല്ലാഹുവേ, ഉത്തമനായ കൂട്ടുകാരനായ നിന്റെ അടുക്കലേക്ക്, ഏറ്റവും ഉന്നതമായ കൂട്ടുകാരനായ നിന്റെ അടുക്കലേക്ക്. അല്ലാഹുമ്മ റഫീഖുൽ അഅല, അല്ലാഹുമ്മ റഫീഖുൽ അഅല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആകാശത്തേക്ക് തൻ്റെ കൈമുട്ട് തൻ്റെ വിരിപ്പിലമർത്തി സബ്ബാബ കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് അല്ലാഹുമ്മ റഫീഖുൽ അഅല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ റഫീഖുൽ അഅല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഖുബിളത് വമാലത് യദുഹു, പ്രവാചകന്റെ ആത്മാവ് അല്ലാഹുവിലേക്ക് യാത്രയായി. പ്രവാചകന്റെ കൈ നിശ്ചലമായി വിരിപ്പിലേക്ക് വീണു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് പ്രവാചകന്റെ മരണമാണെങ്കിൽ നമ്മുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുക. മരണം മാത്രമാണ് നമ്മളെ നേർവഴിക്ക് നടത്തുന്നത്. വിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഏറ്റവും ഭയപ്പെടുത്തുന്ന രൂപത്തിൽ നടത്തിയ ഒരു പരാമർശമായി തോന്നുന്നത് ഖുർആനിന്റെ ഈ പരാമർശമാണ്. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. കല്ല, വേണ്ട, ധിക്കരിച്ചു, നിഷേധിച്ചു, കൽപ്പനകളെ കാറ്റിൽ പറത്തി. കല്ല ഇദാ ബലഗതി തറാഖ്, നിന്റെ റൂഹ് നിന്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ, അവന്റെ റൂഹ് അവന്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ, വظن أنه الفراق, തന്റെ മരണമാണെന്ന് അവൻ വിചാരിക്കുകയും ചെയ്താൽ. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് നമ്മൾ മരിക്കുകയാണെന്ന് നമുക്കത് ബോധ്യപ്പെടുന്ന രംഗം. വظن أنه الفراق, ഇത് തന്റെ മരണമാണ് എന്ന് നമുക്ക് ബോധ്യം വരുന്ന, മലക്കുകളെ കാണുന്ന, മരണം ആസ്വദിക്കാനുള്ള ഒരുക്കങ്ങൾക്ക് നേരിട്ട് സാക്ഷിയാകുന്ന ഒരു സമയം. കൂടെ ഭാര്യ കടന്നുറങ്ങുന്നുണ്ട്, ഒരു വാക്ക് പറയണമെന്നുണ്ട് ഭാര്യയോട്, കൂടെ കിടക്കുന്ന ഭാര്യയോട്. നാവ് അനങ്ങുന്നില്ല, ശരീരം അനങ്ങുന്നില്ല. ആരോട് യാത്ര പറഞ്ഞിട്ടില്ലെങ്കിലും പൊന്നുമ്മയോടും പൊന്നുപ്പയോടും ഒരു വാക്ക് പറയണമെന്ന് ആ മകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഉപ്പ, മോള് പോവാണ്, ഉമ്മ മോള് പോവാണ് എന്ന് വാക്ക് പറയാൻ എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട്? ആർക്കോ പറയാൻ പറ്റിയോ? ഒരു യാത്ര പോലും വാപ്പയോടും ഉമ്മയോടും പറയാതെ അല്ലേ പല മക്കളും ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോയത്? ഏതാണ് ആ രംഗമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. വേദന വരുമ്പോൾ നമ്മൾ ശരീരത്തിന്റെ അവയവങ്ങൾ ചിലപ്പോൾ മുറുകെ പിടിക്കും, വേദന സഹിക്കാൻ കഴിയാതെ പല്ല് കടിച്ചു പിടിക്കും. അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥ, മരണവേദന സഹിക്കാൻ കഴിയാതെ പാമ്പുകൾ തമ്മിൽ ഇണചേരുന്നത് പോലെ, പരസ്പരം പിണയുന്നത് പോലെ, കാലുകൾ തമ്മിൽ കൂടിപ്പിണയുന്ന, കണങ്കാലുകൾ തമ്മിൽ കൂടിപ്പിണയുന്ന ഒരു ദിവസം, വേദന സഹിക്കാൻ കഴിയാതെ. വൽതഫതി സാഖു ബിസാഖ്, കാലുകൾ തമ്മിൽ കൂടിപ്പിണയുന്ന ഒരു ദിവസം. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്നേ ദിവസം നിന്റെ റബ്ബിന്റെ അടുക്കലേക്കാണ് നീ യാത്ര തിരിക്കുന്നത്, നിന്നെ തെളിച്ചു കൊണ്ടുപോകുന്നത്. ഈ ഒരു രംഗം നമുക്ക് വരാനുണ്ട്. ഈ രംഗത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് നമ്മുടെ ജീവിതം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. തകാസുർ എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതം തകാസുർ അല്ലേ? എന്റെ വീടിന്റെ വലുപ്പം തീരുമാനിക്കുന്നത് എന്റെ ആവശ്യമല്ല, എന്റെ സഹോദരന്റെ വീടാണ്. അവന്റെ വീടിനേക്കാൾ നല്ല വീട്, അവന്റെ വാഹനത്തേക്കാൾ നല്ല വാഹനം, അവൻ ധരിക്കുന്ന വസ്ത്രത്തേക്കാൾ നല്ല വസ്ത്രം, അവന് ലഭിക്കുന്ന ഭൗതിക സുഖ സൗകര്യങ്ങളെക്കാൾ നല്ല സുഖ സൗകര്യം. അൽഹാകുമുത് തകാസുർ, ഈ പരസ്പരങ്ങളെ പെരുപ്പം നടിക്കലുണ്ടല്ലോ, നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, അധികാലമൊന്നുമില്ല, ഖബർ സന്ദർശിക്കുന്നവരെ അവിടെ അവസാനിക്കുന്നതൊക്കെ അവിടെ അവസാനിക്കും. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട, നിങ്ങൾ അറിയും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾ അറിയേണ്ട പോലെ അറിഞ്ഞിരുന്നെങ്കിൽ. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, ഉറപ്പുള്ള കൺകാഴ്ചക്ക് നിങ്ങൾ സാക്ഷിയാകുന്ന ഒരു ദിവസം. അങ്ങനത്തെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന തിരിച്ചറിവ്, ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രണ്ടുപേരെ ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്, രണ്ട് വ്യക്തികൾ. ഒരേ മരണത്തെ രണ്ട് രൂപത്തിൽ സമീപിച്ച രണ്ട് വ്യക്തികൾ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അലക്സാണ്ടർ ദി ഗ്രേറ്റ്.
ലോകം വെട്ടിപ്പിടിച്ച ചക്രവർത്തി, അലക്സാണ്ട്രിയ എന്ന ഇന്നത്തെ ഈജിപ്തിന്റെ ഭാഗം തന്റെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമാക്കി മാറ്റിയ, ലോകം പേര് കേട്ടാൽ വിറച്ചിരുന്ന, ആഗ്രഹിക്കുന്ന മണ്ണൊന്ന് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ പിടിച്ചു തരാൻ മാത്രം സൈനിക ബലമുള്ള അലക്സാണ്ടർ 32 വയസ്സിലാണ് മരിക്കുന്നത്. രോഗം ബാധിച്ചത് പോയിട്ട്, ബാധിച്ച രോഗത്തിൽ നിന്ന് അവരെ ചികിത്സിച്ച് ഭേദാക്കുന്നത് പോയിട്ട്, ബാധിച്ച രോഗം ഏതാണെന്ന് പോലും പറയാൻ ഡോക്ടർമാർക്കാർക്കും കഴിയില്ല. അന്ന് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭരായ മുഴുവൻ വൈദ്യന്മാരും എത്തി, ചികിത്സാരികൾ അവിടെ എത്തി, ഡോക്ടർമാരവിടെ എത്തി, മാറി മാറി പരിശോധിച്ചു, തങ്ങളുടെ അനുഭവം മുഴുവൻ പരിശോധിച്ചു. ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ രോഗം തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം ആ മനുഷ്യന് ബോധ്യപ്പെട്ടു താൻ മരിക്കണമെന്ന്. ആ അവസ്ഥയിൽ നിന്ന്, ആ ദൗർബല്യത്തിന്റെ ആ അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യൻ പറഞ്ഞ 3 ഉപദേശങ്ങളുണ്ട് തൻ്റെ അനുയായികളോട്, തൻ്റെ മന്ത്രിമാരോട്, തൻ്റെ കുടുംബ ബന്ധുമിത്രാദികളോട്, തന്നെ ചികിത്സിച്ച ഡോക്ടർമാരോട്. 3 ഉപദേശങ്ങളാണ് അലക്സാണ്ടർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ 3 ഉപദേശങ്ങൾ. ഒന്ന്, എൻ്റെ ശവമഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ 2 കൈകളും, ഛേദനയറ്റ 2 കൈകളും എൻ്റെ ശവമഞ്ചലിനുള്ളിൽ എൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് കെട്ടരുത്. എൻ്റെ ശവമഞ്ചലിന് പുറത്തേക്ക് അത് ആളുകൾ കാണെ നിങ്ങൾ വിടർത്തി വെക്കണം. ഒന്നാമത്തെ ഉപദേശം. ചോദിച്ചു, എന്തൊരു അത്ഭുതകരമായ നിർദ്ദേശമാണ്, എന്തിനാണ് അലക്സാണ്ടർ? രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല, എൻ്റെ ശവമഞ്ചലിന് സാക്ഷിയാകാൻ വേണ്ടി ഞാൻ ഭരിച്ച എൻ്റെ വരണീയർ എൻ്റെ ശവമഞ്ചലിന് ചുറ്റും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എൻ്റെ പ്രജകൾക്കിടയിലേക്ക് ഞാൻ വെട്ടിപ്പിടിച്ചു കൊണ്ടുവന്ന നാടുകളിൽ നിന്ന് ഞാൻ സംഭരിച്ച സ്വർണവും വെള്ളിയും വജ്രവുമെല്ലാം അതിൽ നിന്നൊരൽപ്പമെടുത്ത് ഞാൻ എൻ്റെ ശവമഞ്ചൽ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നവരെ നിങ്ങൾ വാരി വിതറിക്കൊണ്ടിരിക്കണം. മൂന്നാമത് എൻ്റെ ശവമഞ്ചലിന് മുന്നിൽ നടക്കേണ്ടത് എൻ്റെ ഭാര്യമാരല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ ബന്ധുമിത്രാദികളല്ല, എന്നെ ചികിത്സിച്ച എൻ്റെ ഡോക്ടർമാരാണ്. എന്തിനാണ് അലക്സാണ്ടർ പറയുന്നൊരു ദൗർബല്യത്തിന്റെ, ദുർബലതയുടെ തിരിച്ചറിവിൽ നിന്നുള്ള ഒരു വാക്കുണ്ട്. ഇതിനു മാത്രം വലിയ സമ്പത്തും അധികാരവും ഉണ്ടായിട്ടും ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും അലക്സാണ്ടർ ഈ ലോകത്ത് നിന്ന് വെറും കൈയോടെയാണ് മടങ്ങുന്നതെന്ന് എൻ്റെ പ്രജകൾ മനസ്സിലാക്കട്ടെ. രണ്ടാമത്തത്, അലക്സാണ്ടറിന്റെ സമ്പത്ത് മുഴുവനും അലക്സാണ്ടറിന്റെ ശേഷമുള്ളവർ വീതിച്ചെടുക്കാൻ മാത്രമുള്ളതാണെന്ന് അലക്സാണ്ടറിന്റെ പ്രജകൾ അറിയട്ടെ. മൂന്നാമത്, അലക്സാണ്ടറിന്റെ അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അലക്സാണ്ടറിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അലക്സാണ്ടറിനെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ലെന്ന് ലോകം അറിയട്ടെ. ഇതാണ് ഒരു വ്യക്തി. രണ്ടാമത്തെയാൾ സമീപകാലത്ത് ജീവിച്ചു മരിച്ച ആളാണ്. 985 നവംബർ 28 ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന പ്രദേശത്ത് ജനിച്ചു വീണ ഒരു മനുഷ്യൻ. സമ്പന്നതയുടെ മടിത്തൊട്ടിലേക്കാണ് ജനിച്ചു വീണത്. ജന്മനാ ലഭിച്ച ബിസിനസ് തന്ത്രങ്ങളുടെ കരുത്തിനാൽ വളരെ ചെറിയ പ്രായത്തിൽ, 20കൾ കടന്ന പ്രായത്തിൽ ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് അറിയപ്പെട്ട ബിസിനസ് സാമ്രാട്ടുമാരിൽ ഒരാളായിക്കൊണ്ട് പേരെടുത്തൊരു വ്യക്തി. കോടികളുടെ സ്വത്ത് വളരെ ചെറിയ പ്രായത്തിൽ അയാൾ കൈയടക്കിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഫെറാറിയാണ്. അന്ന് ഏറ്റവും വില കൊടുത്തു വാങ്ങേണ്ട വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് ഡോളറുകൾ കൊടുക്കണം. കയ്യിൽ ഉപയോഗിക്കുന്ന മാറി മാറി കെട്ടുന്ന വാച്ചുകൾക്ക് പോലുമുണ്ട് ലക്ഷങ്ങളുടെ ഡോളറുകളുടെ കഥ പറയാൻ. ധരിക്കുന്ന ഷൂ, ചെരുപ്പ്, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഓരോന്നും 10,000-ങ്ങളും ലക്ഷങ്ങളും ഡോളറുകൾ കൊടുത്താൽ മാത്രം ലഭിക്കുന്ന, ഭൂലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വില കൂടിയ വസ്തുക്കൾ. അള്ളാഹുവിനെ മറന്ന ജീവിതം. മുസ്ലിമായിട്ടാണ് ജനിച്ചത്, അലി മനാത്ത് എന്നാണ് പേര്. അള്ളാഹുവിനെ മറന്ന ജീവിതം, ആഡംബര പ്രമത്തതയുടെ പ്രോജ്വല പ്രതീകം, അടിച്ചുല്ലസിച്ച് ആർമാദിച്ചിട്ടുള്ളൊരു ജീവിതം. പണമുണ്ട്, സമ്പത്തുണ്ട്. പണവും സമ്പത്തും ഉള്ളിടത്ത് സുഹൃത്തുക്കൾ ഉണ്ടാവും. എല്ലാം കൊണ്ടും ആസ്വദിച്ച ജീവിതം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2015 ശാരീരികമായ അസ്വാസ്ഥ്യത്തെ തുടർന്ന്, പ്രയാസത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു.
ചികിത്സകൾ നടന്നു. ഏറ്റവും ആധുനികമായ ഡോക്ടർമാരും ചികിത്സാ സംവിധാനങ്ങളും ഏറ്റവും പ്രസിദ്ധരായ ഡോക്ടർമാരും പരിശോധന നടത്തി. ലാബ് റിപ്പോർട്ടുകൾ വന്നു, ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ ആണെന്ന് മാത്രമല്ല, ഇനി ഒന്നും ചെയ്യാനില്ലാത്ത 4th സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. അതിശക്തമായ വേദന വരുമ്പോൾ മോർഫിൻ എന്ന മയക്കുമരുന്ന് അടിച്ചു കയറ്റി വേദനയിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ക്യാൻസറിന്റെ ഏറ്റവും മാരകമായ അവസ്ഥ. മോർഫിൻ എന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. ക്യാൻസർ ബാധിതനല്ലാത്ത ഒരാൾ അത് ഉപയോഗിച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് സമാനാണ്. അതല്ലാതെ വേറെ നിർവാഹമല്ലാതെ 8 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ്, ഓരോ മോർഫിന്റെയും വീര്യം ചോരുന്നതിന് മുമ്പ് അടുത്ത മോർഫിൻ അടിച്ചു കയറ്റേണ്ട അവസ്ഥയിലുള്ള ഒരു രംഗം ആലോചിച്ച് നോക്കി. 4ാമത്തെ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. വൈകി, ഇനി ഒന്നും ചെയ്യാനില്ല. ഡോക്ടർമാർ പറഞ്ഞു ഒരു 7 മാസം ജീവിക്കാം. 7 മാസം കഴിഞ്ഞാൽ ഖലാസ്, മാക്സിമം 7 മാസം. ആ രംഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം അവിടെയാണ് തിരിച്ചു നടന്നത്, അവിടെയാണ് തിരിച്ചറിവിലേക്ക് നടന്നത്, അവിടെയാണ് അദ്ദേഹത്തിന് ജീവിതം എന്ത് എന്ന ചോദ്യമുണ്ടായത്, എന്ത് നേടി എന്ത് നേടണമെന്ന ബോധ്യം ഉണ്ടായത്. അദ്ദേഹം പിന്നെ ചെയ്തെന്നറിയോ? തന്റെ സമ്പത്തുകൾ മുഴുവനും വിൽക്കാൻ കഴിയുന്നതെല്ലാം വിറ്റ് തന്റെ സമ്പത്തിന്റെ വലിയൊരു സിംഹഭാഗവുമായിക്കൊണ്ട് ആഫ്രിക്കയിലേക്ക് വിമാനം കയറി, തന്റെ ചില സുഹൃത്തുക്കളുമായിക്കൊണ്ട്. ഗാന പോലെയുള്ള 50% ആളുകളും ദാരിദ്ര്യരേഖക്ക് താഴെ ജീവിക്കുന്ന രാജ്യങ്ങളിലേക്ക് തന്റെ ഡോളറുകളുമായി കൊണ്ട് പറന്ന് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു, അന്നമില്ലാത്തവർക്ക് അന്നം നൽകി, കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തു, മദ്രസകൾ ഉണ്ടാക്കി, പള്ളികൾ ഉണ്ടാക്കി, അനാഥ മക്കളെ ചേർത്തു പിടിച്ചു. ആ മക്കൾക്കിടയിൽ ശോഷിച്ച ശരീരവുമായിക്കൊണ്ട്, ക്യാൻസർ തളർത്തിയ ശരീരവുമായിക്കൊണ്ട് ആ മക്കളുടെ സന്തോഷത്തിൽ ഒരാളായി പങ്കുപറ്റി അവരുടെ കൂടെ അവരുടെ സന്തോഷത്തിന്റെ കാരണക്കാരനായി ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇന്നും ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും. നെറ്റിൽ നമുക്ക് ലഭ്യമാണ്, യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ്. പിന്നീട് അദ്ദേഹം ചെയ്ത പണി എന്താ അറിയോ? നേരെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് അറിയപ്പെട്ട തന്റെ നാട്ടിലുള്ള ഒരു പണ്ഡിതനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ക്യാമറകൾക്ക് മുന്നിൽ തന്റെ ജീവിതം പച്ചയായി തുറന്നു പറഞ്ഞു. തനിക്ക് സംഭവിച്ചത് പുതിയ തലമുറക്ക് സംഭവിക്കരുത് എന്ന തിരിച്ചറിവിൽ നിന്ന് തന്റെ ജീവിതം ഒരു പാഠാവണം. താൻ ഉപയോഗിച്ച എല്ലാം ആ ക്യാമറകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന രംഗം ഇന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ സ്കോളർ, ആ പണ്ഡിതൻ, ക്യാൻസറിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ക്യാൻസറിനെ കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന ചോദ്യത്തിന് അലി ബനാത്ത് നൽകിയ മറുപടി എന്താ അറിയോ? ഗിഫ്റ്റഡ് ബൈ ഗോഡ്, എന്റെ റബ്ബ് എനിക്ക് നൽകിയ സമ്മാനമാണ് ക്യാൻസർ. ഇത് വെറുതെ പറഞ്ഞല്ല, ആത്മാർത്ഥമായ ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു പരമസത്യാണ്. ഈമാനിന്റെ മാധുര്യമാണത്. തന്റെ റബ്ബിന് നന്ദി പറയേണ്ട എന്റെ റബ്ബ് എനിക്ക് എന്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണ് എന്ന് അലി ബനാത്ത് പറയുകയാണെങ്കിൽ അലി ബനാത്തിന് ഒന്നേ പറയാനുള്ളൂ, എന്റെ റബ്ബനോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എനിക്ക് എന്റെ ജീവിതത്തിൽ ക്യാൻസർ എന്ന ഒരു വിരുന്ന് നൽകി സൽക്കരിച്ചു എന്നുള്ളതാണ്. കാരണം എന്റെ റബ്ബിനെ ഓർക്കാൻ എന്റെ റബ്ബ് എനിക്ക് നൽകിയൊരു അവസരം, തിരിച്ചു നടക്കാൻ എന്റെ റബ്ബ് നൽകിയൊരു അവസരം, തിരിച്ചു പിടിക്കാൻ എന്റെ റബ്ബ് നൽകിയൊരു അവസരം. ആ അവസരം എനിക്കില്ലായിരുന്നെങ്കിൽ അലി ബനാത്ത് എന്താകുമായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇത് പറഞ്ഞ വാക്കാണ്. അവസാനം 2018 മെയ് മാസത്തിലാണ്, മെയ് 29 റമദാൻ മാസത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുന്ന രംഗം പോലും അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകൾ ക്യാമറ പിടിച്ചുകൊണ്ട് രക്തം ഛർദ്ദിച്ചുകൊണ്ട് ലോകത്തുനിന്ന് വിട പറയുന്ന രംഗത്ത് പോലും പടച്ചവനെ എന്നെ സ്വീകരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്റെ പാപങ്ങൾ പുറത്തു തരണേ, ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മുസ്ലിം ലോകമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അലി ബനാത്ത് മരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നും ആഫ്രിക്കയിൽ അലി ബനാത്ത് പ്രൊജക്ട് എന്ന പേരിൽ 10,000ങ്ങളുടെ വിശപ്പടങ്ങുന്നുണ്ട്, 10,000ങ്ങളുടെ തണുപ്പിൽ ആശ്വാസമാകുന്നുണ്ട്. പ്രയാസങ്ങളിൽ അദ്ദേഹം ഇന്നും അവർക്ക് തണലായി മാറുന്നുണ്ട്. അലക്സാണ്ടർ, അലി ബനാത്ത്, സുഖലോലുപതയുടെ ലോകത്ത് ജീവിച്ച 2 വ്യക്തികൾ. 2 അവസാനം, 2 പര്യവസാനം. ഒന്ന് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത ദുഃഖത്തിന്റെ ദൗർബല്യത്തിന്റെ എല്ലാം വിളിച്ചോതിയ അലക്സാണ്ടറിന്റെ പര്യവസാനം.
രണ്ടാമത്തത് മരണം പോലും, ക്യാൻസർ പോലും തൻ്റെ റബ്ബിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് വെളിച്ചമേകി മരിച്ചുപോയ അലി ബനാത്തിന്റെ പര്യവസാനം. ഈ പര്യവസാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണം പകരുക, വേറൊന്നുമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, അതിൻ്റെ അവസാന ഭാഗത്തേക്ക് അടുക്കുകയാണ്. പരലോകമുണ്ട്, മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ബർസഖുണ്ട്, ആ വിശാലമായ ബർസഖിന് ശേഷം വിചാരണയുണ്ട്, ആ വിചാരണയിൽ സ്വർഗമുണ്ട്, നരകമുണ്ട്. വിശാലമായ വിഷയങ്ങളാണ്, മണിക്കൂറുകൾ എടുത്ത് സംസാരിക്കേണ്ട വിഷയമാണ്. നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ. റബ്ബിനൊരു തീരുമാനമുണ്ട്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളും പ്രവേശിക്കരുത് നരകം ഒരു വട്ടമെങ്കിലും കാണാതെ. അത് കാണുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ കോപത്തിന്റെ ശക്തി തിരിച്ചറിയാൻ, റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹം തിരിച്ചറിയാൻ, സ്വർഗം എന്നതിന്റെ വില തിരിച്ചറിയാൻ. ഈ സ്വർഗമല്ലായിരുന്നെങ്കിൽ തന്റെ സങ്കേതം നരകമാണ് എന്ന് തിരിച്ചറിയാൻ റബ്ബ് തീരുമാനിച്ചതാണ്. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ. നിങ്ങളിൽ നിന്ന് ഒരാളുമില്ല, ഒരു പ്രവാചകനുമില്ല, ഒരു സാധാരണക്കാരനുമില്ല. ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ സമീപത്ത് എത്തിയിട്ടല്ലാതെ. കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ, അത് റബ്ബിന്റെ തീരുമാനമാണ്. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, പിന്നീട് തഖ്വ പാലിച്ച റബ്ബിനെ ഭയപ്പെട്ടവരെ ആ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കും, രക്ഷപ്പെടുത്തും. വനദറു ദ്വാലിമീന ഫീഹാ ജിതിയ, അക്രമികളായ തമ്മാടികളായ ആളുകളെ മുട്ടുകുത്തിയവരായി ആ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കാണ്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ആയത്തുകളിൽ അവിശ്വസിച്ചവർ, സൗഫ നുസ്ലീഹിം നാറാ, നരകത്തിലാണ് നാം അവർക്ക് സൽക്കാരം നൽകുന്നത്. നരകത്തിന്റെ അഗ്നികളാണ് അവരുടെ ശരീരത്തെ കരിച്ചു കളയുന്നത്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, ശരീരത്തിന്റെ തൊലികൾ പഴുത്ത് പാകമാകുമ്പോൾ, ആ തൊലികളിൽ വേദന അറിയാൻ കഴിയാത്തൊരു സമയം വരുമ്പം, ഒരല്പമെങ്കിലും ആശ്വാസം ലഭിച്ചു എന്ന് അവർക്ക് തോന്നുന്ന സമയത്ത്, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, പുതു ശരീരത്തിൽ പുതിയ തൊലികൾ നൽകിക്കൊണ്ട് വീണ്ടും വേദനയുടെ പാരമ്യതയിലേക്ക് അവരെ അള്ളാഹു പറഞ്ഞേക്കും. അല്ലാത്തൊരു ലോകാണ്. ഇതിനപ്പുറത്ത് വേറെ ലോകമുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിച്ചവർ, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ഒന്നുമല്ല. സ്വർഗീയ ലോകത്തെ വിരുന്ന്, ആശ്വാസം. മരണരംഗത്ത് പോലും നമ്മൾ അനുഭവിക്കുന്ന അനിർവചനീയമായ അവിസ്മരണീയമായ രംഗം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തി ലഭിച്ചവനായും റബ്ബിനെ കുറിച്ച് തൃപ്തിപ്പെട്ടവനായും നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങി ചെല്ലുക. ഫദ്ഖുലി ഫീ ഇബാദി, നീ എൻ്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചോ. വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചോ എന്ന് പറയുന്ന രംഗം. രണ്ടാമത്തെ രംഗം ഭീകരമായ രംഗം. ആ തിരിച്ചറിവിന് പിന്നീട് ഫലമില്ലാത്തൊരു രംഗം. വിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന സൗഖ്യം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്വർഗം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പദവി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് ആദ്യം ലഭിക്കുന്നത് ഒരു മത്സ്യത്തിന്റെ കരളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് ഭൗതികമായ ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വല്ലാത്ത രുചി പകരുന്ന ഒരു ഭക്ഷണം നൽകി അവരെ സ്വീകരിക്കും. ഹൗദുൽ കൗസർ അതിനു മുമ്പേ നൽകി സ്വീകരിക്കും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും ചെറിയ പദവി, ഏറ്റവും വലിയ പദവി, ഇത് രണ്ടും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇദാ അറാദ അല്ലാഹു റഹ്മതൻ മൻ അറാദ മിൻ അഹ്ലിൻ നാർ, അല്ലാഹു നരകത്തിൽപ്പെട്ട ചില ആളുകളോട് കരുണ കാണിക്കാൻ ആഗ്രഹിച്ചാൽ, നരകത്തിൽ പെട്ടുപോയ ചില ആളുകളോട്, ജീവിതത്തിൽ തൗഹീദ് ഉണ്ട് എന്ന കാരണം കൊണ്ട് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ,
എന്നാൽ ചെയ്തു പോയ തിന്മകളുടെ പാപക്കറകൾ പൊറുക്കപ്പെടാത്തതിന്റെ പേരിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി നരകത്തിൽ യുഗങ്ങളോളം കിടക്കേണ്ടി വന്ന ദുർഭാഗ്യവാന്മാർ. തൗഹീദിന്റെ ബലത്തിൽ മാത്രം അവരവസാനം രക്ഷപ്പെടുന്നുണ്ട്, ശിക്ഷകൾ മുഴുവൻ അനുഭവിച്ചിട്ട്. മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും, അമറല്ലാഹുൽ മലായികത അൻ യുഖ്രിജൂ മൻ കാന യഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവരെ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. റബ്ബ് പ്രവാചകന്റെ ശഫാഅത്താണ്. റബ്ബേ, തൗഹീദുള്ളവർക്ക് നീ അതിൽ നിന്നൊരു മോചനം കൊടുക്ക റബ്ബേ എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്ത് കൊണ്ട് റബ്ബ് കൽപ്പിക്കണം മലക്കളോട്, പുറത്തു കൊണ്ടുവന്നോ തൗഹീദിന്റെ കണികയെങ്കിലും ഹൃദയത്തിലുള്ളവരെ. മലക്കൾ കൊണ്ടുവരും. ഫയുഖ്രിജൂനഹും ഫയസുബ്ബു അലൈഹിം മാഅൽ ഹയാത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കരിക്കട്ടകളായി വരുന്നവർക്ക് മുകളിലേക്ക് ജീവജലം മലക്കുകൾ ഒഴിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജലപ്രവാഹമുള്ള ജലമൊഴുകുന്ന നദിക്കരകളിൽ വളരുന്ന സസ്യങ്ങളെ കണ്ടിട്ടില്ലേ? എത്ര പുഷ്ടിയോടുകൂടെയാണ് അത് വളരുന്നത്. യഥേഷ്ടം വെള്ളം ലഭിച്ച് വളം ലഭിച്ച് നദിക്കരകളിൽ വളരുന്ന സസ്യങ്ങളെപ്പോലെ മാ ഉൽ ഹയാത്ത് തങ്ങളുടെ ശരീരത്തിലേക്ക് ചൊരിയേണ്ട താമസം, സൗന്ദര്യവും അവരുടെ ജീവിതത്തിന്റെ ആനന്ദവുമെല്ലാം അവരിലേക്ക് തിരിച്ചു വരുന്ന അത്ഭുത കാഴ്ചക്ക് അവർ വിധേയരാകും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു സ്വർഗത്തിലേക്കുള്ള വഴിയിലെ ഒരു മരത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി വർണ്ണാഭമായ അത്ഭുതകരമായ കാഴ്ചകളുള്ള അതീവ സൗന്ദര്യത്തിന്റെ ഒരു ലോകം, ഒരു വൃക്ഷത്തിന്റെ തണൽ. സ്വർഗമൊന്നുമല്ല, സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്നാ പറഞ്ഞത്. അവിടെ ഇരിക്കും. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, റബ്ബേ, നീ എന്നെ നരകത്തുനിന്ന് കാത്തല്ലോ, അത് മതി, വേറൊന്നും വേണ്ട. പക്ഷെ അതിനേക്കാൾ സൗന്ദര്യമുള്ള അത്ഭുതകരമായ മറ്റൊരു മരം തന്റെ ആ വഴിയിൽ തനിക്ക് മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അയാൾക്ക് ക്ഷമ കെടും. റബ്ബിനോട് അഭ്യർത്ഥിക്കും, റബ്ബേ, അവിടേക്കൊന്ന് എത്തിച്ചേരോ. റബ്ബ് ചോദിക്കും, ഇത് തന്നാൽ വേറെ എന്തെങ്കിലും ചോദിക്കും. ഒന്നുമില്ല, അത് മതി. റബ്ബ് അവനോട് പറയും, നീ അവിടെ പോയിരുന്നോ. അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ വീണ്ടും അവൻ തന്റെ വാഗ്ദാനം ലംഘിക്കും. റബ്ബേ, അടുത്ത മരം. അങ്ങനെ അങ്ങനെ ഓരോ മരങ്ങൾ കടന്നുപോയി സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുക്കലുള്ള മരത്തിലേക്ക് എത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവസാനം റബ്ബിനോട് അവന് പറയും, റബ്ബേ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിലും ആ കവാടത്തിന്റെ അടുക്കലിരുന്നിട്ട് സ്വർഗമൊന്ന് കാണാൻ സമ്മതിക്കോ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കുന്ന, പോയിരുന്നോ, പോയിരിക്കും. പിന്നീട് ആ സ്വർഗ കവാടങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ അതീവ അത്ഭുതകരമായ കാഴ്ചകൾക്ക് അവൻ സാക്ഷിയാകുമ്പോൾ ക്ഷമ കെട്ടുകൊണ്ട് പറയുന്നുണ്ട്, റബ്ബേ, ഏതായാലും ഇവിടെ എത്തിയില്ല റബ്ബേ, ആ സ്വർഗത്തിലേക്ക് എന്നെ ഒന്ന് പ്രവേശിക്കോ. ആരെ കുറിച്ചത് പറയുന്നത് അറിയോ? അദ്ന അഹ്ലിൽ ജന്നതി മൻസിലതൻ, സ്വർഗത്തിൽ ഏറ്റവും ചെറിയ അനുഗ്രഹം ലഭിക്കുന്ന വ്യക്തി. അയാളേക്കാൾ ചെറിയ പോസ്റ്റിൽ ആരുമില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന അവസാനത്തെ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എത്തുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഞെട്ടിച്ചുകൊണ്ടാ പറയാ, ഫയുഖാൽ ഉദ്ഖുലിൽ ജന്ന, പോയി കേറിക്കോ. ഫയഅതിഹാ ഫയുഖയ്യലു ഇലൈഹി അന്നഹാ മലആ ഫയർജിഅ ഫയഖൂൽ, അവൻ ചെല്ലും, സ്വർഗത്തിൽ ഇനി എനിക്കെന്ത് സ്ഥാന? എല്ലാവരും കയറി അനുഗ്രഹങ്ങൾ മുഴുവൻ ഭാഗിച്ചെടുത്തു. അദ്ദേഹത്തിന് തോന്നും ആ സ്വർഗത്തിൽ ഇനി സ്ഥലമല്ല, ഗ്യാപ്പില്ല തനിക്ക്. എന്നിട്ട് വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, യാ റബ്ബി വജത്തുഹാ മൽആ വഖദ് അഖദ അന്നാസു മന അഖദാതിഹിം, ജനങ്ങൾ എടുക്കേണ്ടതൊക്കെ എടുത്തു. വജത്തുഹാ മൽആ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുന്നത്? അതർലാ അൻ യകൂന ലക മിസ്ലു മലികിൻ മിൻ മുലൂകി ദുനിയ. എന്താ ചോദ്യം നോക്കി നിങ്ങള്. അതർലാ, നിനക്ക് തൃപ്തിയാണോ? അൻ യകൂന ലക മിനൽ ജന്നതി മിസ്ലു മലികിൻ മിസ്ലു മാ കാന ലിമലികിൻ മിൻ മുലൂകി ദുനിയ. സ്വർഗത്തിൽ നിനക്ക് ദുനിയാവിൽ ഒരു രാജാവിന് ലഭിച്ച സൗകര്യങ്ങളും ആഡംബരവും തന്നാൽ നീ തൃപ്തനാണോ? ഐ റബ്ബി റളീത്, റബ്ബേ, ഞാൻ തൃപ്തനാണ്. ഭൗതിക ലോകത്ത് ഒരു രാജാവിന് ലഭിക്കുന്ന, ചക്രവർത്തിക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ തന്നാൽ നിനക്ക് തൃപ്തി ഉണ്ടാകുമോ? മതി, ഐ റബ്ബി റളീത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്ന വാക്കുണ്ട്, ലക ഹാദാ, നിനക്കതുണ്ട്, നിനക്കത് തരാം. വമിസ്ലുഹു വമിസ്ലുഹു വമിസ്ലു, അതിന്റെ ഇരട്ടിയുണ്ട്, ഇരട്ടിയുണ്ട്, ഇരട്ടിയുണ്ട്. ഇത് പറഞ്ഞു കൊണ്ട് പറയൂ, ഐ റബ്ബി റളീത്,
റബ്ബേ മതി, തൃപ്തിയായി. അല്ല നിർത്തൂല. അല്ല വീണ്ടും പറയും, ഇന്നലക ഹാദാ വഅശറതു അംസാലിഹി മഅഹു. ഇത് മാത്രമല്ല, അതിന്റെ 10 ഇരട്ടി വേറെയുണ്ട്, അതിന്റെ 10 ഇരട്ടി വേറെയുണ്ട്. ഐ റബ്ബി റളീത് ഫയുഖാൽ ലക ഹാദാ മസ്തഹത് നഫ്സുക വലദ്ദത ഐനുക. ഇത് മാത്രമല്ല, നിന്റെ മനസ്സാഗ്രഹിക്കുന്നത്, നീ ആവശ്യപ്പെടുന്ന ഒക്കെ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നാ. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതസ്ഖറു ബി അതൽഹഖു ബി വഅൻതൽ മലിക്. പടച്ചോനെ, ഈ രാജാധികാരമുള്ള നീ എനിക്ക് എന്നെ പരിഹസിക്കണോ? ഇത് പറയുന്നത് സത്യമാണോ? നീ എന്നെ പരിഹസിക്കണോ? ഫയൽഹഖ്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചിരിച്ചു. ഹത്താ ബദത് നവാജിദുഹു. ചിരിച്ചിട്ട് പ്രവാചകന്റെ പല്ലുകൾ പുറത്ത് കണ്ടു, അണപ്പല്ലുകൾ പുറത്ത് കാണുമാറ് ഇത് പറഞ്ഞിട്ട് ചിരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക അദ്നാ അഹ്ലിൽ ജന്നതി മൻസിലതൻ. അറിയുക, സ്വർഗീയ ലോകത്ത് ഏറ്റവും ചെറിയ സ്ഥാനം ലഭിക്കുന്ന മനുഷ്യരാണ് ഇയാളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ പോലും വിചാരിക്കുന്ന, എന്ത് വിചാരിക്കുന്നു? മാ ഉഅതിയ അഹദുൻ മിസ്ലു മാ ഉഅതീത്, മാ ഉഅതിയ അഹദുൻ മിസ്ല മാ ഉഅതീത്. എനിക്ക് ലഭിച്ചതുപോലെ ഈ സ്വർഗീയ ലോകത്ത് വേറെ ആൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് അയാൾക്ക് തോന്നും. ഇത് ആരാ തരുന്നത്? ആരാണോ നമുക്ക് ഭൗതിക ലോകത്തെ സുഖ സൗകര്യങ്ങൾ നൽകിയത്, അവൻ ഇതിനേക്കാൾ ഉത്തമമായത് നൽകാൻ കഴിവുള്ളവനാണെന്ന വിശ്വാസമാണ് നമ്മളെ നേർവഴിക്ക് നടത്തുന്നത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ കയറുന്നവരൊക്കെ കയറി, ഇനി സ്വർഗീയ ലോകത്തേക്ക് ആരും പ്രവേശിക്കാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ക്ഷേമം അന്വേഷിക്കുന്ന, തുരീദൂന ശൈഅൻ അസീദുക്കും. മതിയോ? ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും, തൗഹീദിനു വേണ്ടി നിങ്ങൾ സഹിച്ച ത്യാഗവും, എനിക്ക് വേണ്ടി സമൂഹം പരിഹസിച്ചപ്പോൾ, ലോകം പരിഹസിച്ചപ്പോൾ, പിന്തിരിപ്പന്മാരെന്ന് പറഞ്ഞപ്പോൾ, വഷളന്മാരെന്ന് പറഞ്ഞപ്പോൾ, ഇരട്ടപ്പേരുകൾ ഇട്ട് വിളിച്ചപ്പോൾ, ആക്ഷേപിച്ചപ്പോൾ, തെറിയഭിഷേകം നടത്തിയപ്പോൾ ക്ഷമിച്ചു സഹിച്ച് എനിക്ക് വേണ്ടി എന്റെ കൽപ്പനകൾ അനുസരിച്ച് എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച നിങ്ങൾക്ക് ഇത് മതിയോ? തുരീദൂന ശൈഅൻ അസീദുക്കും. ഇനി വേണോ? തുരീദൂന ശൈഅൻ അസീദുക്കും. ആ സമയത്ത് അവർ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, യാ റബ്ബ് ഫയഖൂലൂൻ അലം തുബയ്യിദ് വുജൂഹനാ. റബ്ബേ, ഞങ്ങളുടെ മുഖം നീ വെളുപ്പിച്ചില്ലേ? അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ. ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈ സ്വർഗത്തിൽ തന്നെ പ്രവേശിപ്പിച്ചില്ലേ? ഇത് പോരെ? ഇതിലെ ഏറ്റവും ചെറിയ പദവി പോലും പോരെ എന്നവർ തിരിച്ചു ചോദിക്കുന്ന ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുക്ശഫുൽ ഹിജാബ്. അവസാനം റബ്ബ് അവർക്ക് ആ മഹാസൗഭാഗ്യം നൽകും. ഫയുക്ശഫുൽ ഹിജാബ്. ആ കണ്ണിന്റെ മറ അല്ലാഹ് അങ്ങോട്ട് നീക്കി കൊടുക്കും. വുജൂഹു യൗമഇദിൻ നാദിറ, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ തന്റെ റബ്ബിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് അത് നോക്കി നിന്ന് അത്ഭുതപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പുറത്തിറങ്ങി നടക്കുകയാണ് ഒരു രാത്രി സ്വഹാബത്തിന്റെ കൂടെ. നിലാവുള്ള രാത്രിയാണ്. ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് റസൂൽ പറഞ്ഞ വാക്കുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദാ. ഈ ചന്ദ്രനെ കാണുന്നത് പോലെ യാതൊരു പ്രയാസവുമില്ലാതെ, ഒരു മേഘത്തിന്റെ തടസ്സവുമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. അതിനും കണ്ട് അവർ സാക്ഷിയാവും. ഫയുക്ശഫുൽ ഹിജാബ് ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം. ആ സമയത്ത് അവർ തിരിച്ചറിയും, തങ്ങളുടെ റബ്ബിനെ കാണുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം ഈ സ്വർഗീയ ലോകത്ത് വേറെ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന രംഗമുണ്ടാകും. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ എൻഡ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യം ഇതാണ്. റബ്ബിനെ കാണുക എന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് ജീവിതം സമർപ്പിക്കുക എന്ന ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.